Good evening. Good evening, ma'am. Good evening, ma'am. Ma'am. Miss. Good evening. Ma'am. Good evening, ma'am. Good evening. കുറച്ച് പേരേ ഉള്ളൂ. Okay. Yes, please, we can start. Anyone ready for prayer? Yes, ma'am. ഞാൻ പാടാമേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സമാരിശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിച്ചിടാം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഗേഹമായി ഭവിച്ചിടാം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു. Good evening, ma'am. Good evening. Good evening, Julie. Okay, so once again, a very good morning. Good evening to all. രാവിലെ തുടങ്ങി ഗുഡ് മോർണിംഗ് പറഞ്ഞു അതിന്റെ വായിൽ വരും. ഓക്കെ, സോ കുറച്ച് പേരേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എക്സാം ഒക്കെ ആയി വരുന്നതുകൊണ്ടായിരിക്കാം കുറെ പേര് ഇല്ലാത്തത്. പിന്നെ മഴയുടെ ബുദ്ധിമുട്ടുണ്ടാവും. എനിവേ വി ക്യാൻ സ്റ്റാർട്ട്. നമ്മൾ സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ സൂപ്പർവിഷന്റെ പല വേർഷൻസ്, അതിന്റെ ഡെഫിനേഷന്റെ പല വേർഷൻസ്, പലരുടെയും വ്യൂസ് പറഞ്ഞു. എന്ത് തന്നെയായാലും എല്ലാം ഫോക്കസ് ചെയ്യുന്നത് development in educational system and making the teacher more perfect, helping the teacher to do their duties, do their work in a better way. അല്ലെ, ടീച്ചറെ ബെറ്റർ ആക്കുക, അതുവഴി ലേണേഴ്സ്, സ്റ്റുഡൻസ് ബെറ്റർ ആകുക. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിലും അത് തന്നെയാണ് ശരിക്കും വരുന്നത്. ആ ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ഓൾ, ആ ഒരു രീതിയിലാണ് ശരിക്കും വരുന്നത്. നിങ്ങൾ ചില ബാച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ബാച്ച് അവർക്ക് ആ മോണ്ടിസോറി മെത്തേഡ് ആയി വരുന്നേ ഉള്ളൂ. അവിടെ നമുക്ക് ഇത് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് സെൽഫ് ലവ്, മ്യൂച്വൽ ലവ്, റെസിപ്രോക്കൽ ലവ്, സെൽഫ് റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ്, അങ്ങനെ പിന്നെ കോപ്പറേഷൻ. ആ ഒരു ഗ്രൂപ്പില് മിങ്കിൾ ചെയ്ത് കുട്ടികൾ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഇവര് തമ്മിലൊരു കോപ്പറേഷൻ, നമ്മൾ മലയാളത്തിൽ പറഞ്ഞ സഹകരണ മനോഭാവം. പിന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. നമ്മളത് ഒന്ന് മലയാളീകരിക്കുവാണെങ്കിൽ പൊരുത്തപ്പെടുക. ഏതോ ഒരു ഏതോ ഒന്നല്ല, വിത്ത് ഓൾ റെസ്പെക്ട്, റിലീജിയസ് ബിലീഫില് മാരേജ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമല്ലോ. അപ്പോ നിങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നൊരു സെന്റൻസ് പറയുന്നുണ്ട്. വളരെ മനോഹരമായ സെന്റൻസ്. കാരണം എന്ന് വെച്ചാൽ പൊരുത്തപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കഷ്ടപ്പെട്ട് കോംപ്രമൈസ് ചെയ്യുക, അഡ്ജസ്റ്റ്മെന്റിലൂടെ പോവുക എന്നുള്ളതല്ല. ആ പൊരുത്തപ്പെടുക എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത് നമ്മള് യു ഓൾ ആർ സോഷ്യൽ ബീയിങ്സ് അല്ലെ, ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പൊ ആ സൊസൈറ്റിയുടെ സോഷ്യലി ആക്സെപ്റ്റബിൾ ആകുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ആ സൊസൈറ്റിക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുക. അപ്പൊ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ ആ ഒരു സർക്കംസ്റ്റാൻസസിൽ വരുന്ന കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അഡ്ജസ്റ്റ് ചെയ്യാൻ ആ ഒരു മെന്റൽ സ്റ്റേറ്റ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്,
ഓക്കെ, ആ ഒരു ആറ്റിറ്റ്യൂഡ് അതിനെയാണ് ശരിക്കും നമ്മൾ അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. മറിയം മോണ്ടിസോറി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഈ അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. സോ വി ഓൾ ആർ അഡാപ്റ്റഡ് വിത്ത് ദിസ് ടൈം അല്ലെ, 7 to 8 യെസ് ഓക്കെ, ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. എന്റെ ചില പേഴ്സണൽ കാര്യങ്ങൾ മാറ്റിവെച്ച് ഐ ഷുഡ് ബി ഹിയർ എന്ന് പറഞ്ഞുള്ള ഫീലിംഗോട് കൂടിയാണ് നമ്മൾ എല്ലാവരും വരുന്നത് അല്ലെ. നമ്മൾ ഒരാളുടെ ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട് നമ്മള് എനിക്കിത് പറ്റില്ല എന്ന് അങ്ങനെ ആരും പറയുന്നില്ല. എല്ലാവരും ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്ത് ആ ഒരു ടൈമില് അവിടെ നമ്മുടെ പ്രസൻസ് കാണിക്കുന്നു, അതാണ് വരുന്നത്. അപ്പൊ മോണ്ടിസോറി മെത്തേഡിൽ മുഴുവൻ ഇതാണ് അഡാപ്ഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ, കോപ്പറേഷൻ, സഹകരണ മനോഭാവം എന്ന് പറയില്ലേ, ആ ഒരു കാര്യം അതെല്ലാമാണ് വരുന്നത്. അല്ലാണ്ട് കോൺഫ്ലിക്ട്സ്, കൺഫ്യൂഷൻ, ഡിബേറ്റ്, നല്ല ഹെൽത്തി ഡിസ്കഷൻ ഒക്കെ ഓക്കെ, ബട്ട് അത് പിന്നെ കോൺഫ്ലിക്ട്സ് ആകുക, അത് ഭയങ്കര തർക്കമാകുക, വഴക്കുണ്ടാകുക, അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. അതൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് ഈ ഒരു മെത്തേഡ് നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ചില വെജിറ്റബിൾസ് ഒക്കെ ഇല്ലേ, ചില വെജിറ്റബിൾസ് അല്ല, ചില കാര്യങ്ങൾ നമ്മൾ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലുള്ള ടോക്സിൻസ് മുഴുവനും പുറന്തള്ളും എന്ന് പറയില്ലേ. ഫോർ എക്സാമ്പിൾ കുമ്പളങ്ങ, പിണ്ടി, അങ്ങനെയുള്ള വെജിറ്റബിൾസ് അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധീകരിക്കപ്പെടുന്നു പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു. നമ്മൾ പ്രെയർ ചെയ്യുമ്പോൾ, നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സും പ്യൂരിഫൈ ആകുക ചെയ്യുന്നത്. പ്യൂരിഫൈഡ് ഹേർട്ട്, പ്യൂരിഫൈഡ് മൈൻഡ്, അതാണ് ശരിക്കും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉള്ളിലേക്ക് വരണമെങ്കിൽ വേണ്ടത്. ഞാനിത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലപ്പോഴും ചില രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഞാൻ കേൾക്കും ചില ബാച്ചുകളിൽ നിന്ന്. ഭയങ്കര ഒരു കോൺഫ്ലിക്ട്സ് വിത്ത് ദ മാനേജ്മെന്റ്, വിത്ത് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇൻസൈഡ് ദ പീപ്പിൾ. അതായത് കുട്ടികൾക്കിടയിൽ തന്നെ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു. അത് ശരിക്കും ഈ മെത്തേഡ് ഉള്ളിൽ കയറാത്തോണ്ട് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. ഈ മെത്തേഡ് കയറി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആരും ഇതുപോലത്തെ കോൺഫ്ലിക്ട്സ് ആ ഒരു രീതിയിലേക്ക് പോകില്ല. നമ്മൾ പരസ്പരം വളർത്താനേ നോക്കുള്ളൂ, തളർത്താൻ നോക്കില്ല. വളർത്തുന്ന ഒരു മനഃശാസ്ത്രം, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1 മിനിറ്റ് വൈകിയാൽ പ്രശ്നമാവോന്ന് ഉള്ള ഒരു സംശയം കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് കേട്ടോ. കാരണം വി ഓൾ ആർ ഹ്യൂമൻ ബീയിങ്സ്, we all have feelings, we all have emotions. Sometimes നമ്മൾ അങ്ങോട്ട് ബേസ്റ്റ് ഔട്ട് ആകും, it happens. പക്ഷെ അതിന്റെ അർത്ഥം we have the right to hurt somebody else എന്നുള്ളതല്ലല്ലോ. മറ്റുള്ളവരെ വേദനിപ്പിക്കുക എന്നുള്ളത് എന്റെ റൈറ്റ് ആണെന്നുള്ളതല്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. സോ മെത്തേഡ് ഇതാണ്. ഞാൻ ഈ ഒരു ബാച്ചിനെ അങ്ങനെയൊന്നും അല്ല പറയുന്നത്, ഇറങ്ങി പോകുന്ന ബാച്ചുകളിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾ കാണുന്നു. പിന്നെ ചിലർക്ക് അറിയില്ല, എക്സാം ഉണ്ട്, വൈവ ഉണ്ടെന്ന് അറിയില്ല, പരീക്ഷ എഴുതാതെ ധാരണ ഇതാണ്, ഞാൻ ക്യാഷ് കൊടുത്ത് ഈ കോഴ്സിന് ജോയിൻ ചെയ്താൽ ഐ വിൽ ഗെറ്റ് 1 സർട്ടിഫിക്കറ്റ് ആൻഡ് ഐ ക്യാൻ ഗോ എനിവെയർ ആൻഡ് ഡു ജോബ്. ഇതാണൊരു രീതി. അങ്ങനെ കാശ് കൊടുത്ത് ഞാൻ കോഴ്സ് ചെയ്തു, ക്ലാസ്സിൽ കയറുന്നില്ല, അറിയുന്നില്ല പരീക്ഷ നടക്കുന്നത്, ഒന്നും അറിയുന്നില്ല. അപ്പോ വൈവയ്ക്ക് വന്ന് ഇരുന്ന് വൈവ ചെയ്തുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നുക. അപ്പോഴാണ് ചോദിച്ചു തന്നപ്പോഴാണ് മനസ്സിലായത്, കക്ഷി പരീക്ഷ നടന്ന വിവരം അറിഞ്ഞിട്ടേ ഇല്ല. ഇത് വൈവ അങ്ങ് അറ്റൻഡ് ചെയ്യുക, വൈവയിലൊന്നും ഇല്ല, ആൾക്കും ഒന്നും കാണിക്കാനും ഒന്നും ഇല്ല കേട്ടോ. അപ്പോ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടി, എനിക്കൊരു ജോലിക്ക് പോകണം, ഇതാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ചോദിച്ചു എന്ത് ജോലി ചെയ്യുന്നു ചോദിച്ചു. ചെന്നിട്ട് ഞാൻ കുട്ടികളെ നന്നായിട്ട് നോക്കും. ഞാൻ എന്നിട്ട് ഞാൻ പോരട്ടെ എന്ന് വിചാരിച്ചു, എന്താ പറയണേന്ന് കേട്ട് പിന്നെ ആൾക്കൊന്നും പറയാനില്ല. ഞാൻ എങ്ങനെ നോക്കും? അത് പിന്നെ ഞാൻ അവരെ വളരെ സ്നേഹത്തോടെ നോക്കും. എന്നാ കഴിഞ്ഞു എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ വേറൊരു കുട്ടി ഇതുപോലെ തന്നെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല, റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടേ ഇല്ല. എനിക്ക് PG ഉണ്ട്, ഞാൻ MSc കമ്പ്യൂട്ടർ സയൻസ് ആണ്. സോ എനിക്ക് ജോലിക്ക് പോകാനായിട്ട് പറ്റും, എനിക്ക് ടീച്ചർ ആകാൻ പറ്റും, എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. ഞാൻ ചോദിച്ചു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് ആരെ പോയി പഠിപ്പിക്കുന്നു ചോദിച്ചു. അത് പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങനെ കുറച്ച് കഴിയുമ്പോ എനിക്ക് എന്റെ പിടി വിട്ടുപോയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ സമ്മതിക്കില്ല നിങ്ങളെ ജോലിക്ക് പോകാൻ. ഞാൻ പറഞ്ഞു, കൊച്ചു കുട്ടികളെയാണ് നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നെങ്കിൽ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഐ വോണ്ട് പെർമിറ്റ് യു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എല്ലാം ചെയ്തോളാം, ഞാൻ എല്ലാം അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പോകാം. പിന്നെ ഞാൻ ആൾക്കൊരു ടെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എനിക്കൊരു വിഷമം തോന്നിട്ടോ, ഞാനൊരു ടെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, ഈ ടെക്സ്റ്റ് വാങ്ങുക, ഇനിയിപ്പോ റെക്കോർഡ് ക്ലാസ്
ഒരു വർഷം മുഴുവനുള്ള റെക്കോർഡ് ക്ലാസ് ഇരുന്ന് കണ്ടിട്ട് കാണാനുള്ള സമയമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റ് വാങ്ങിയിട്ട് ഗോ ത്രൂ ഇറ്റ് എന്ന് പറയും. ഇത് വായിക്കൂ. മറിയ മോണ്ടിസോറി സ്വന്തം എക്സ്പീരിയൻസുകൾ മുഴുവനും എഴുതി വെച്ചൊരു ടെക്സ്റ്റ് ആണ് ഡിസ്കവറി ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 300-നുള്ളിൽ കിട്ടുമായിരിക്കും. ഇതിന്റെ പ്രിന്റഡ് റേറ്റ് 325 രൂപയാണ്. ഞാൻ ഇതൊരു 8 years ബാക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയപ്പോൾ 280 സംതിങ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്കൊരു ഓഫർ പ്രൈസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് മോണ്ടിസോറി ആദ്യമായിട്ട് ഓരോ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്ത് കുട്ടികളുടെ ഇടയിലേക്ക് കൊടുത്തപ്പോ കുട്ടികളിലുണ്ടായ മാറ്റങ്ങൾ അങ്ങനെ അവര് എഴുതി വെച്ചതാണ്. മാമിനെ പെൻ ചെയ്യുന്നു. ഞാൻ ഹോസ്റ്റ് അല്ലല്ലോ, ഹോസ്റ്റ് നമ്മുടെ റിജോ ആണ്. റിജോ എക്സാം ഡ്യൂട്ടിയിൽ ഇരിക്കുക. ഞാൻ ജസ്റ്റ് റിജോയ്ക്ക് ഒരു മെസ്സേജ് ചെയ്താൽ റിജോ എപ്പോഴെങ്കിലും കാണുവാണെങ്കിൽ പിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ടോപ്പിൽ എനിക്ക് കാണുന്ന മൊത്തം കവേർഡ് ആണ്. ഒരു ബുദ്ധിമുട്ട്. റിജോയ്ക്ക് മെസ്സേജ് ചെയ്ത ഇതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ഇതെന്ന് വരുമ്പോഴേ ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്കതൊന്ന് ഷെയർ ചെയ്താൽ ഐ തിങ്ക് യു പീപ്പിൾ വിൽ ഗെറ്റ് ഐഡിയ എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്നുള്ളത്. ഞാൻ അത് ചുരുക്കി പറഞ്ഞതാണ്. സെൽഫ് ലവ്, സെൽഫ് ഹെൽപ്പ്, സെൽഫ് കൺട്രോൾ, സെൽഫ് റെസ്പെക്ട്, മ്യൂച്വൽ ലവ്, മ്യൂച്വൽ റെസ്പെക്ട്, റെസിപ്രോക്കൽ ഹെൽപ്പ്, അഡാപ്ഷൻ ഓർ അഡാപ്റ്റേഷൻ, ദെൻ കോപ്പറേഷൻ, ഹാർമോണിയസ്, പീസ്, ലവ് ഒക്കെയാണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, റിജോ കാണുമ്പോ എന്നെ പിൻ ചെയ്യുമായിരിക്കും. അങ്ങനെ ഭയങ്കര അനുഭവമൊക്കെ വരുമ്പോഴേ അങ്ങോട്ട് ഈ വൈവ എല്ലാരും നല്ല ഇപ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മാം, പക്ഷെ ഐ നോ ദിസ് തിങ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം. എനിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ അങ്ങനെ പറയണവരുടെ. കാരണം എന്ന് വെച്ചാൽ അവര് ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല. പക്ഷെ ചിലര് വന്നിട്ട് എനിക്ക് 15 വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഞാൻ ക്ലാസ്സിലൊന്നും കയറിയിട്ടില്ല, എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണം. ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്ക് എന്റെ പിടിപ്പിട്ട് ഇങ്ങനെ പോകും. സോ ഞാൻ മുഴുവൻ കേട്ടോണ്ടിരിക്കും. ഞാൻ അവസാനം ബൈ പറഞ്ഞു വിടും. ഓക്കെ, അങ്ങനെയുണ്ട്. പക്ഷെ അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയ ടീച്ചേഴ്സ് ഐ വാണ്ട് ടു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു വന്നവരുണ്ട് കേട്ടോ. അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാര് നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നും അവരോട്. സോ അതൊക്കെ അങ്ങനെ പല 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 മുഖങ്ങൾ, പല പല വേഷങ്ങൾ കാണുന്ന ഒരു അവസ്ഥാന്തരമാണ് വൈവ എന്ന് പറയുന്നത്. ഓക്കെ, വൈവ ജസ്റ്റ് ആ ഒരു ഫേസ് ടു ഫേസ് ഒന്ന് കാണാനും ഈ മെത്തേഡ് അവരുടെ ഉള്ളിൽ കയറിയോന്ന് മനസ്സിലാകാനും വേണ്ടിയിട്ടാണ്. താങ്ക്സ് ടു റിജോ. റിജോ കണ്ടു, മെസ്സേജ് പിൻ ചെയ്തു. ഓക്കെ, ഫൈൻ. സോ നമ്മൾ സൂപ്പർവിഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സൂപ്പർവൈസർ ചെയ്യുന്നത് ഒരു ടീം വർക്കായിട്ട് നിന്നിട്ട് ആ ഒരു ടീച്ചറെ അല്ലെങ്കിൽ ആ കുറെ ടീച്ചേഴ്സ് വരുന്നതാണല്ലോ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഒരു അവരെ സൂപ്പർവൈസിന്ന് നമുക്ക് വിളിക്കാം. സൂപ്പർവൈസറും സൂപ്പർവൈസിയും, എംപ്ലോയർ എംപ്ലോയി നമ്മൾ പറയുന്ന പോലെ. പേജ് നമ്പർ 81 ആണോ നിങ്ങൾക്കും? എന്തെങ്കിലും ടെക്സ്റ്റ് ഉണ്ട്. 80-81 നമ്മൾ കഴിഞ്ഞ ദിവസം സൂപ്പർവിഷനൊക്കെ പറഞ്ഞു പോവുമായിരുന്നു. സോ 81 ആ ഒരു പേജൊക്കെ ആയിട്ട് വരും. ഓക്കെ, ഞാനിപ്പോ പറഞ്ഞത് ഫ്രം മൈ ലൈഫ് എക്സ്പീരിയൻസ് ആണ്, നോട്ട് ഫ്രം പേജ്. ഓക്കെ, ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങള്. ഓക്കെ, എനിവേ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണല്ലോ. നമ്മള് എന്താ ഇങ്ങനെ ജോസഫ് അന്നക്കുട്ടി ജോസഫിന്റെ ഒരു ചെറിയൊരു ഷോർട്സ് കണ്ടതാണേ. നമ്മൾ പതുക്കെ പതുക്കെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകും. പക്ഷേ ആ ഇല്ലാതാകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇല്ലാതാകുവാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും. ലൈക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, മറ്റുള്ളവർ നമ്മൾ ഓർത്തു വയ്ക്കുന്ന കുറെ ബ്യൂട്ടിഫുൾ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ പതുക്കെ പതുക്കെ ഈ ലോകത്ത് എന്തായാലും എല്ലാവരും ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകും അല്ലെ. അപ്പൊ അതുപോലെ നന്മ ചെയ്തില്ലാതാകുവാണെങ്കിൽ എത്രയോ നല്ലത്. എത്രയോ കുഞ്ഞു മക്കള് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കേണ്ടായിരിക്കും. അവരുടെ മുന്നിൽ ചെന്ന് എനിക്ക് 20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഐ ഷുഡ് ഡു ലൈക്ക് ദിസ്, ഐ ഷുഡ് ഡു ലൈക്ക് ദാറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരോട് ചെയ്യുന്ന ഒരു ഇതല്ലേ. ഓക്കെ, ഫൈൻ. എനിവേ നമുക്ക് തുടങ്ങാം. സൂപ്പർവിഷൻ. സോ നമുക്കിങ്ങനെ വായിച്ച് പോകാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്നലെയല്ല ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 19th സെഞ്ചുറിയിലെ കാര്യം, ഇപ്പോഴേക്ക് വന്ന ആ മാറ്റങ്ങളും. ഇപ്പോ പലരും ആ മാറ്റങ്ങൾ എൻജോയ് ചെയ്യുന്നവരുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ടീച്ചറായിട്ട് കിട്ടിയവരുണ്ട്. ഇപ്പൊ പുതിയ അക്കാദമിക് ഇയറിൽ ജോയിൻ ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയ ഒരു ആക്സെപ്റ്റൻസും സപ്പോർട്ടും സ്കൂളുകളിൽ നിന്ന് കിട്ടിയതും എല്ലാം ഉണ്ട്. അതിന്റെ ഓറിയന്റേഷൻ സെഷൻ വെക്കേഷൻ സമയത്ത് നടന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നൊക്കെ ഷെയർ ചെയ്തവരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ,
ഇപ്പൊ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൺസ് വന്നിട്ട് നമുക്ക് കുറച്ച് ഗൈഡൻസ് തരുന്നതല്ല. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ് അല്ലെ, എക്സ്റ്റെൻഡ്സ് ഓവർ ടൈം. കുറേ കാലത്തേക്ക് അതിങ്ങനെ നീണ്ടു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ആ ഒരു ബോണ്ടിങ്, ആ ഒരു റിലേഷൻഷിപ്പ് അവിടെയുണ്ട്. ഈ സൂപ്പർവൈസറും സൂപ്പർവൈസിയും അവർക്ക് തമ്മിൽ അറിയാം എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് ആ ഒരു പ്രോസസ്സിനകത്ത് വരുന്നത്. വാട്ട് ഐ ഷുഡ് ഡു. സൂപ്പർവൈസർക്ക് അറിയാം വാട്ട് ഐ ഷുഡ് പ്രൊവൈഡ്, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് സൂപ്പർവൈസർക്കും അറിയാം, സൂപ്പർവൈസിക്ക് അറിയാം ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഇത് ഒരാളുടെ ഒറ്റയ്ക്കുള്ള തീരുമാനങ്ങളോ ആ രീതിയിലൊന്നും അല്ല സൂപ്പർവിഷൻ നടക്കുന്നത്. ആ റിലേഷൻഷിപ്പിന്റെ ഭാഗമായിട്ട് രണ്ടുപേരും കൂടെ പല കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് അനലൈസ് ചെയ്ത് ആ ഒരു പ്രോസസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്തു പോകുന്നതാണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ സൂപ്പർവിഷൻ ഒരു റിലേഷൻഷിപ്പാണ്, അത് കുറെ കാലം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. പിന്നെ സൂപ്പർവൈസർ എന്താ ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. ഞാൻ ഇത് ഷെയർ ചെയ്യണോ PDF? ആ മിസ്സേ. ഓക്കെ, സോ സൂപ്പർവൈസർ ഇവാലുവേറ്റും ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുകയും ചെയ്യുന്നു അല്ലെ. ബട്ട് ദാറ്റ് ഡസൻ മീൻ ദാറ്റ് ആ ഒരു ടീച്ചറെ അല്ലെങ്കിൽ ആ സൂപ്പർവൈസീസിനെ എല്ലാം ഡിസ്കംഫർട്ട് ആക്കുക എന്നുള്ളതല്ല. ജസ്റ്റ് അവര് ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു. എന്തെങ്കിലും നമ്മളൊരു സെമിനാർ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെയല്ലായിരുന്നോ, നമ്മളൊരു 6 പേര് ഒരേ ടോപ്പിക് വന്നാലും നമ്മളെ 6 പേർക്കും അതിനുള്ള ചാൻസ് കൊടുക്കുന്നു. ഒരാൾ ചെയ്തു, അടുത്ത ആൾ ചെയ്തു, അങ്ങനെ അങ്ങനെ വരുമ്പോഴേക്കും നമ്മൾ പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെ. അല്ലാതെ ദാറ്റ് വാസ് നോട്ട് കറക്റ്റ്, ദാറ്റ് പോയിന്റ് വാസ് നോട്ട് ഇൻക്ലൂഡഡ്, അതും കൂടെ ചെയ്യാമായിരുന്നു എന്നാലാണ് അത് ശരിയാവുള്ളൂ, അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ വി ജസ്റ്റ് ആക്സെപ്റ്റിംഗ് ദർ പ്രസന്റേഷൻ. അവർ മാക്സിമം എഫേർട്ട് എടുത്ത് എല്ലാം കളക്ട് ചെയ്തു വരുന്നു. ഇവിടെ സൂപ്പർവൈസർ അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവാലുവേറ്റ് ചെയ്യുന്നു, അറ്റ് ദ സെയിം ടൈം മോണിറ്റർ ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ അവരൊന്നും കൂടെ ഒന്ന് അപ്ഡേറ്റ് ആകണോ എന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഹെലൻ കെല്ലറിന്റെ ഒരു സെമിനാർ നിങ്ങളുടെ ബാച്ച് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതൊക്കെയോ ബാച്ചിൽ ഹെലൻ കെല്ലറെ കുറിച്ച് നമ്മൾ ചെയ്തിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ത്രൂ സെൻസസ് ആണ് ഹെലൻ പഠിക്കുന്നത്. അതിന് ഹെലനെ ഹെൽപ്പ് ചെയ്തത് ആനി സലവൻ എന്ന് പറഞ്ഞ ഹെലന്റെ ലൈഫ് ലോങ് കമ്പാനിയൻ ആയിട്ട് വന്ന ഒരു ടീച്ചറായിരുന്നു. ഈ ആനി സലവൻ ജനിച്ചപ്പോ തന്നെ നോർമലി അവർക്കെല്ലാം അവരുടെ സെൻസസ് എല്ലാം വർക്ക് ചെയ്യുന്നതായിരുന്നു. ബട്ട് ഒരു 17-18 ഇയേഴ്സ് എന്തോ ആയപ്പോ ഇവർക്ക് വിഷൻ ഒരു പ്രോബ്ലം എത്തി. അങ്ങനെ അതിൽ സർജറി നടത്തി, 2-3 സർജറി നടത്തി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഇവർക്ക് വിഷൻ പോയിട്ട് പിന്നെ വിഷൻ തിരിച്ചു വരുവാണ്. ആ വിഷൻ പോയ സമയത്ത് അവർ ബ്ലൈൻഡ് സ്കൂളിൽ ജോയിൻ ആവുകയും അവിടെ അവര് പഠിക്കുക. ബ്ലൈൻഡ്നെസ് എന്താന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയായിരുന്നു ഹെലന്റെ ഈ ഒരു ടീച്ചർ. അങ്ങനെ അവര് ഡിസൈൻ ചെയ്ത പല ആക്ടിവിറ്റീസിലൂടെയാണ് ഹെലൻ പഠിക്കുന്നതും ലേബേഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നതും ഹെലൻ ഇതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ അനിസലവന്റെ അനിസലവന് പാർഷ്യലി ആ ഒരു ബ്ലൈൻഡ്നെസ് വന്ന കാര്യം ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പോഴാണ് കുറെ പേർക്ക് അറിയുന്നത് അനിസലവൻ അങ്ങനെ ബ്ലൈൻഡ് ആയി, സുഖമില്ലാതായി ബ്ലൈൻഡ് ആയതും ചില പ്രൊസീജിയറിലൂടെയാണ് തിരിച്ച് ആ ഒരു വിഷൻ തിരിച്ചു കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെല്ലാരോടും ഇവിടെ 6th കാർക്ക് അറിയാം, 7th ബാച്ചിലുള്ളവർക്കും അറിയാമെന്ന് തോന്നുന്നു.
ഒരു അസൈൻമെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു അസൈൻമെന്റ്. ആക്ച്വലി അത് PGക്ക് മാത്രം കൊടുക്കുന്ന അസൈൻമെന്റ്, പക്ഷെ ഡിപ്ലോമക്കാർക്കും അതിന്റെ ഒരു റിസൾട്ട് കിട്ടട്ടെ എന്ന് കരുതി രണ്ടുപേർക്കും കോമൺ ആയിട്ട് അസൈൻമെന്റ് കൊടുത്തിരുന്നു. അതിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ടീച്ചർമാരെ പറ്റി എഴുതാൻ. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് അറിഞ്ഞു കഴിഞ്ഞപ്പോ എല്ലാവരും നമുക്ക് മിനിമം ഒരു 5 പേരെ പറ്റി എഴുതിയാൽ മതി. അതിൽ മറിയ മോണ്ടിസോറിയെ പറ്റി എന്തായാലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മറിയ മോണ്ടിസോറിയെ ഇൻക്ലൂഡ് ചെയ്തു എല്ലാവരും. അതിനൊപ്പം തന്നെ ആനിസോറിനെ ഇൻക്ലൂഡ് ചെയ്തു. അവരും ഒരു ഫേമസ് ടീച്ചർ തന്നെയാണല്ലോ. പിന്നെ നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണൻ, അങ്ങനെ പോയി. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ പലരും ആ ഒരു അസൈൻമെന്റിൽ അവരെ കൂടെ ചേർത്തു. അങ്ങനെ ഒരു അസൈൻമെന്റ് ഉണ്ട്, 8th തന്നിട്ടില്ല. അത് പാർട്ട് 4 ആകുമ്പോഴാണ് സാധാരണ തരുന്നത്. 7 അതാവാൻ കാരണം എന്താന്ന് വെച്ചാൽ 7 എനിക്ക് ഇനി തുടക്കം മുതലേ 2 hours ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അവർക്ക് അസൈൻമെന്റ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഉടനെ തന്നെ തരും. നിങ്ങൾ ആ പാർട്ട് 3-ലെങ്കിലും ഒന്നായിട്ട് തരാമെന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, അപ്പം സൂപ്പർവൈസർ ഇവാലുവേറ്റ് ചെയ്യുന്നു, മോണിറ്റർ ചെയ്യുന്നു. അവിടെ അവര് ഈ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡ് തന്നെ സൂപ്പർവൈസറുടെ വേറെയാണ്. കംഫർട്ട് ആക്കിയിട്ടുള്ള ഒരു കറക്ഷൻ ആണ് അവിടെ നടക്കുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നു. അപ്പൊ ടോട്ടൽ ലേണിംഗ് സിറ്റുവേഷനെ ഡെവലപ്പ് ചെയ്യുക, അതാണ് സൂപ്പർവൈസർ എയിം ചെയ്തിരിക്കുന്നത്. എന്താണോ ആ ലേണിംഗ് സിറ്റുവേഷൻ, അതിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സൂപ്പർവൈസറുടെ എയിം. ഇൻസ്ട്രക്ഷൻസ് മാത്രം കൊടുക്കുക എന്നുള്ളതല്ല, അതിനെ ഡെവലപ്പ് ചെയ്യുക. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതാണ്. അപ്പോൾ ഒരു പ്രൊഫഷണലി നല്ല ഏബിൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമാണ് ആ സൂപ്പർവൈസർ എന്നുള്ള ആ ഒരു പൊസിഷനിലൂടെ കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞു എക്സ്പീരിയൻസ് ബൈ പ്രൊഫഷൻ, അല്ലാണ്ട് ഏജ് അല്ല, എക്സ്പീരിയൻസ് ബൈ പ്രൊഫഷൻ. അങ്ങനെയുള്ള ഒരാളാണ് സൂപ്പർവൈസറായിട്ട് പറ്റുള്ളൂ. പിന്നെ പലപ്പോഴും ഫീഡ്ബാക്ക് റിഗാർഡിങ് പെർഫോമൻസ്, പിന്നെ അത് ഒരു എന്താ പറയാ, ഫേക്ക് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കാതിരിക്കുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കറക്ഷൻ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരിതും സൂപ്പർവൈസേഴ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സിന് ഉണ്ടാകണം. ക്വാളിറ്റേറ്റീവ് അഡ്വാൻസ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, ആ 2-3 പോയിന്റ്സ് ആണ് അതിൽ വരുന്നത്. അപ്പൊ ഫോക്കസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് അഡ്വാൻസ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ, എഡ്യൂക്കേഷന്റെ ആ ഒരു നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ അതിനെ ഇംപ്രൂവ് ചെയ്യിക്കുക. അതുപോലെ തന്നെ ടോട്ടൽ ലേണിംഗ് സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവര് ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യമാണ്. നെക്സ്റ്റ്, പർപ്പസ് ഓഫ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. നമ്മൾ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് സെമിനാറിനെ പറ്റി ചിന്തിക്കാം കേട്ടോ. ഏതെങ്കിലുമൊക്കെ ടോപ്പിക്സ് നമ്മൾ എടുത്തുപോയ ടോപ്പിക് ആണെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യണം അങ്ങനെ തോന്നുവാണെങ്കിൽ എടുക്കാം. സെമിനാർ ക്ലാസ്സിൽ തന്നെ വേഗം കണ്ടക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ വൈവ ടൈം ആകുമ്പോഴേക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ വൈവ ടൈമിൽ 2 minutes ഒക്കെ അത് പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലാസ്സിൽ വരുന്നവർക്ക് ക്ലാസ്സിൽ ചെയ്യാം, അല്ലാത്തവർക്ക് പിന്നെ ആ ഒരു ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് ടു ബെറ്റർ ടീച്ചിങ്, അതുപോലെ തന്നെ ബെറ്റർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സിറ്റുവേഷൻസ്. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി എടുത്തു വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 5 കീ ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, 5 കീ ഫാക്ടേഴ്സ് ഉണ്ട് മെയിൻ ആയിട്ടും. പൊട്ടൻ ഫോഴ്സ് ആയിട്ട് അവിടെ ഫെസിലിറ്റേറ്റർ ആണ് വരുന്നത്. ഫോണൊന്ന് നോക്കുന്നത് 4th ബാച്ചിൽ ഒരു കുട്ടി എക്സാം എഴുതിയില്ലായിരുന്നു, ഇപ്പൊ 5ന്റെ കൂടി എഴുതുന്ന അതിന് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തത് കണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, കണ്ടു, എക്സാം എഴുതുന്നുണ്ട്. സോ എഡ്യൂക്കേഷണൽ സൂപ്പർവിഷന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റർ ടീച്ചിങ്ങിനും ലേണിംഗ് സിറ്റുവേഷനും വേണ്ടുന്ന അസിസ്റ്റൻസ്, സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചപ്പോൾ, അതായത് എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻ, അതാണ് നമ്മൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി. എഡ്യൂക്കേഷണൽ സൈക്കോളജി പഠിച്ചപ്പോൾ അതിൽ 5 കീ ഫാക്ടേഴ്സ് മെയിൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ 5 കീ ഫാക്ടേഴ്സിലെ പൊട്ടൻ ഫോഴ്സ് ആണ് ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ ടീച്ചർ ഇൻ ജനറൽ നമ്മൾ പറയുന്നത്. ഓക്കെ, പിന്നെ ലേണർ സ്റ്റുഡന്റ് ഉണ്ട്, പിന്നെ അവർ പഠിക്കുന്ന ആ ഒരു എൻവിയോൺമെന്റ്, ആ ഒരു ലേണിംഗ് എൻവിയോൺമെന്റ്, ആ പഠന രീതി, ലേണിംഗ് പ്രോസസ്, അത് എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് ഏറ്റവും നല്ലത്. സബ്ജക്ട് സ്റ്റഡിയിങ് ഒട്ടും ചെയ്യരുത്. നമ്മളാണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കുട്ടികൾക്കുമാണെങ്കിലും. നിങ്ങളോട് ഞാൻ 1994 SSLC പാസ്സായതാണ് കേട്ടോ. അന്ന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ കൊണ്ടുവന്ന് ഞാൻ ഫെയിൽ ആവും, കാരണം എനിക്ക് അറിയില്ല. അന്ന് സബ്ജക്ട് സ്റ്റഡിയിങ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും
ക്വസ്റ്റ്യൻ പേപ്പർ ഇരുന്ന് ആൻസർ ചെയ്യുമോ? 10ാം ക്ലാസ്സിൽ നിങ്ങൾ എഴുതിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നു, ആൻസർ ചെയ്യാൻ പറ്റുമോ? സബ്ജക്ട് സ്റ്റഡിയിങ് ആയിരുന്നു അന്ന്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് അല്ല. നമ്മുടെ ലേണിംഗ് പ്രോസസ് മാറ്റണം. അതാണ് ശരിക്കും എഡ്യൂക്കേഷൻ സൈക്കോളജി ചെയ്യുന്നത്. പക്ഷെ ലിമിറ്റേഷൻസ് ഉണ്ട്. എപ്പോഴും തിയറിയുടെ പുറകിലേ പോവുള്ളൂ. പ്രാക്ടിക്കൽ നമുക്ക് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാണ് അല്ലെ. ഒരു DPP വന്നു, കംപ്ലീറ്റ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട്. ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷെ അത് വർക്കൗട്ട് ആയില്ല അല്ലെ. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വന്നത്, പക്ഷെ ആ സംഭവം വർക്കൗട്ട് ആയില്ല. അപ്പൊ അങ്ങനെ എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ പല മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. ഇവിടെ സൂപ്പർവൈസർക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു കീ ഫാക്ടേഴ്സ് ആയിട്ടുള്ള പൊട്ടൻ ഫോഴ്സ് ആയ ടീച്ചർക്ക് ബെറ്റർ ടീച്ചിങ്, ആ ലേണിംഗ് സിറ്റുവേഷൻ, ബെറ്റർ ടീച്ചിങ് ആൻഡ് ലേണിംഗ് സിറ്റുവേഷൻസ്, ഇതിന്റെ ഓവറോൾ റിസൾട്ട് ഔട്ട്കം വരുന്നത് നമ്മുടെ കുട്ടികളിലാണ്. അവര് പ്രൊഡക്റ്റീവ് ആയിട്ട് സൊസൈറ്റിയിലേക്ക് ഇറങ്ങും. അല്ലെങ്കിൽ കുറെ അമൂൾ ബേബീസ് കുറെ മകപ്പ് ചെയ്തു, കാണാതെ പഠിച്ചു, എന്തൊക്കെയോ എഴുതി, കുറെ മാർക്ക് കിട്ടി. അപ്പൊ മാർക്ക് കുറഞ്ഞ ടെൻഷൻ വരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ. അവർക്ക് പിന്നീട് പോകുമ്പോൾ ഫെയിലിയറിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരും. എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആവുമ്പോൾ ആ ഒരു പ്രശ്നമേ കുട്ടികളിൽ വരില്ല. അതെ, അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ മോന്റെ കാര്യം ഞാൻ ഷെയർ ചെയ്തോന്ന് എനിക്ക് ഓർമ്മയില്ല. അവൻ കമ്പ്യൂട്ടറിൽ ഫെയിൽ ആയത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കമ്പ്യൂട്ടർ എക്സാമിൽ ഫെയിലായി 8th സ്റ്റാൻഡേർഡ് ലാസ്റ്റ് അക്കാദമിക് ഇയറിന്. 4 എക്സാമാണ് അവർക്ക് വരുന്നത്. അതിന് 2 മെയിൻ എക്സാമും 2 അല്ലാതെയുള്ള ടേം എക്സാമും. ടേം എക്സാമിന്, അതായത് 2ാമത്തെ ടേം എക്സാമിന് ആള് കമ്പ്യൂട്ടറിൽ ഫെയിലായി. ഫെയിലിയർ എന്നുള്ളത് ഫസ്റ്റ് ടൈം വരുവാണ് കേട്ടോ. പക്ഷെ ഹി വാസ് വെരി കൂൾ. അപ്പൊ ഞാൻ പറഞ്ഞു, അയ്യോ നിനക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു പഠിപ്പിക്കുന്ന. എനിക്കും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല കമ്പ്യൂട്ടർ, പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെയാണ് പൈത്തൺ. അപ്പോ ഹസ്ബൻഡിന് അതറിയാം, പക്ഷെ ആൾക്ക് അത് പ്രസന്റ് ചെയ്യാനും പറഞ്ഞു കൊടുക്കാനും അറിയില്ല. എനിക്ക് അറിയില്ല, അതുകൊണ്ട് പറഞ്ഞു കൊടുക്കാനും അറിയില്ല. ഞാൻ കുറെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തു, പക്ഷെ അവൻ ഫെയിലായി. 7 മാർക്കോ അങ്ങനെ കേട്ടോ തോന്നുന്നു 20ൽ കിട്ടിയത്. അപ്പൊ അങ്ങനെ ഫെയിലായി കഴിഞ്ഞപ്പോ ഭയങ്കര കൂളായിരുന്നു. പക്ഷെ ടേം എക്സാം വന്നപ്പോ ആള് ചെയ്തത് എന്താന്ന് വെച്ചാല്, രാവിലെ പോയി എക്സാമിന്, ഉച്ചവരെ എക്സാം ഉച്ച കഴിഞ്ഞ് വരുമല്ലോ, രാവിലെ പോയി ഫ്രണ്ട്സ് രാവിലെ വരുന്നവരുണ്ട്, അവരോട് ചോദിച്ചു പഠിക്കണം എന്ന് പറഞ്ഞിട്ട് രാവിലെ പോയി. അത് കഴിഞ്ഞപ്പോ റിസൾട്ട് അറിയുന്നത് ഏപ്രിലാണ്. അപ്പൊ ഞാൻ എക്സാം കഴിഞ്ഞ് വന്നപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം കുഴപ്പമില്ല. അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് കൂളായിട്ട് പറയുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വാങ്ങാനായിട്ട് പോയപ്പോ 90 എബോവ് ഉണ്ട്, 90% എബോവ് ഉണ്ട് മാർക്ക് കമ്പ്യൂട്ടറിന്. ഞാൻ കൊള്ളാനോ കാരണം വെച്ചാൽ എനിക്ക് മാർക്കിലല്ല, ആ കുട്ടി കാണിച്ചൊരു കോൺഫിഡൻസ്. കാരണം അവൻ ഫെയിൽ ആയപ്പോ ഡൗൺ ആയില്ല. യെസ്, ഐ വിൽ ഡു മൈ ബെറ്റർ നെക്സ്റ്റ് ടൈം. അപ്പൊ അതിനവൻ ചെയ്തത് അറിയാവുന്ന ഫ്രണ്ട്സിനോട് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, പിയർ ഗ്രൂപ്പ് സപ്പോർട്ട്. നമുക്ക് ശരിക്കും ടീച്ചിങ്ങിൽ അത് വരണം. ആ പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് ശരിക്കും അത് നല്ലതുണ്ട്, പോസിറ്റീവ് സൈഡും ഉണ്ട്, നെഗറ്റീവ് സൈഡും ഉണ്ട്. പക്ഷെ പഠന കാര്യത്തിൽ ആരും, ഇപ്പൊ ഞാനും നിർബന്ധിച്ചില്ല ഈ ഫ്രണ്ട്സിനോട് ചോദിച്ചു പഠിക്കുമെന്നോ ടീച്ചറോട് ചോദിച്ചു പഠിക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല. അവൻ തന്നെ കണ്ടെത്തിയ ഒരു മെത്തേഡ് പിയർ ഗ്രൂപ്പിന്റെ സപ്പോർട്ട്. അപ്പൊ അങ്ങനെ അതിന് നമ്മൾ കുട്ടികളെ ഒന്ന് പ്രാപ്തരാക്കണം. മറ്റേത് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ആവുന്ന ഒരു വിഭാഗം കുട്ടികളുണ്ട് അല്ലെ. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് അതാണ് ഒരു പ്രശ്നം. റിപ്പീറ്റ് ചെയ്തു കിട്ടിയില്ല, റിപ്പീറ്റ് ചെയ്തു കിട്ടിയില്ല, പിന്നെ അങ്ങോട്ട് ഡിപ്രഷനായി, ആകെ പ്രശ്നമായി. എനിക്കറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ചേട്ടന്റെ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ. ആ കുട്ടി എൻ്റെ കൂടെ എഞ്ചിനീയറിംഗ് പ്രീ ഡിഗ്രിക്കും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു, എഞ്ചിനീയറിംഗിനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. അപ്പോ ഈ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോ എനിക്കറിയാം ഇതിന്റെ ചേട്ടൻ CA പഠിച്ചുകൊണ്ടിരിക്കുക, ഇതിന്റെ അച്ഛൻ CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇവര് രാജകുടുംബത്തിലെ അംഗങ്ങളാട്ടോ. അപ്പം അതിൻ്റെതായ ഒരു ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും കൾച്ചറും ഒക്കെയാണ്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ CAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആള് മറ്റുള്ളവരോട് സംസാരിക്കുക പോലുമില്ല, ആ ടൈമും കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിത്തം തന്നെ പഠിത്തം. അങ്ങനെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞപ്പോ അങ്ങ് സ്റ്റാറ്റേഡ് ആയി പോയല്ലോ, എവിടെയോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. അത് കഴിഞ്ഞപ്പോ പിന്നീട് ഈ കുട്ടിയുടെ ഇങ്ങനെ ഞങ്ങളുടെ ഗേൾസിന്റെ മാത്രമായിട്ടൊരു ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായപ്പോ എന്റെ നമ്പർ അതിൽ നിന്ന് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നു. പക്ഷെ എന്നെ കോണ്ടാക്ട് ചെയ്തു. ആൾ ആ സമയത്ത് ഓസ്ട്രേലിയയിലാണ്. അപ്പൊ എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത് അപ്പൊ എനിക്ക് വിവരങ്ങളൊന്നും അറിയില്ല. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു,
കോളേജിൽ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അവിടെ നിന്ന് താമസമൊക്കെ മാറിക്കഴിഞ്ഞു. പിന്നെ ആള് മുംബൈക്ക് പോയി കല്യാണം കഴിഞ്ഞു എന്ന്, അതർ റിലീജിയനിലുള്ള ഒരാളെ കല്യാണം കഴിച്ചെന്ന് മാത്രമേ അറിയുള്ളൂ കേട്ടോ. വീട്ടുകാർ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ ഇവര് രാജകുടുംബ പരമ്പരയിലുള്ള ആൾക്കാരാണ്. അപ്പൊ വേറൊരു റിലീജിയനിന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ ഇങ്ങനെ ഞാനൊന്നും ചോദിച്ചില്ല വീട്ടിലെ വിശേഷങ്ങള്. കാരണം ഇങ്ങനെ മാരേജ് ചെയ്ത് പോയതിനു ശേഷം പിന്നെ വീട്ടുകാര് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളത് എനിക്ക് അറിയായിരുന്നു. കാരണം ഞാൻ ഒന്നും ഫാമിലി റിലേറ്റഡ് ഒന്നും ചോദിച്ചില്ല. പക്ഷെ ആളെ എന്നോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. ജിഷ, ഞാനിവിടെ ഓസ്ട്രേലിയയിലാണ്, അച്ഛൻ മരിച്ചു, അമ്മ മരിച്ചു, വീട്ടിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ, ചേട്ടൻ അവിടെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ച് പറയാമോ? ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര അതിശയായി, എന്താ ഇങ്ങനെ. അപ്പം അവരുടെ വീടിനടുത്താണ് ഹസ്ബൻഡിന്റെ ഓഫീസ്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അപ്പൊ ലൈറ്റ് അവിടെ ഉണ്ടോന്ന് അറിഞ്ഞാൽ മതി കക്ഷിക്ക് രാത്രി. ലൈറ്റ് ഉണ്ടെങ്കിൽ ആൾ അവിടെ ഉണ്ട്, ആള് വാതിൽ തുറക്കില്ല. ഇത്രയും എന്നോട് പറഞ്ഞോളൂ. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഓഫീസ് കഴിഞ്ഞു വരുമ്പോ അവരുടെ വീടിന്റെ മുമ്പിലൂടെ വരണേന്ന് പറഞ്ഞു. നമ്മള് കാണിക്കുന്ന ആ ഒരു താല്പര്യം ഇപ്പൊ ഹസ്ബൻഡ് കാണിക്കണം എന്നില്ലല്ലോ. അപ്പൊ എനിക്ക് പറ്റില്ല എന്ന് തന്നെയായിരുന്നു എനിക്ക് കിട്ടിയ മറുപടി. ഞാൻ എന്ത് ചെയ്യും, പനമ്പള്ളി നഗർ വരെ പോകണം കേട്ടോ. അതായത് പറവൂരിന്ന് ഞാനൊരു 1.5 hours ജേർണി ചെയ്യണം. ഞാൻ എന്തോ കാര്യത്തിന് എറണാകുളത്ത് പോയപ്പോ ഹസ്ബൻഡിന്റെ ഓഫീസിൽ പോയിട്ട് ഈ തിരിച്ചു വരാൻ നേരത്ത് കുറെ റിക്വസ്റ്റ് ചെയ്തപ്പം ആ വീടിന്റെ മുന്നിലൂടെ പോകുന്നപ്പോ അവിടെ ലൈറ്റ് ഒന്നുമില്ല, ഭയങ്കര ഇരുട്ട്. എനിക്കിത് ആ കുട്ടിയോട് എങ്ങനെ പറയും? 6:30 6:45 ആ ഒരു ടൈമായി. അപ്പൊ ഞാനിത് പറഞ്ഞു, അവിടെ ആളില്ല, ലൈറ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ആളുണ്ടോന്ന് അറിയില്ല, ഗേറ്റില് ഇങ്ങനെ ചങ്ങലയിട്ടിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉണ്ടായിരുന്നു. അപ്പൊ ഈ കുട്ടി സ്വയം ആശ്വസിക്കുക, പുറത്ത് കടയിൽ എവിടെയെങ്കിലും പോയതായിരിക്കും സാധനങ്ങൾ വാങ്ങാൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്നാൽ അയൽപക്കത്തുള്ള ആരുടെയും ഒന്ന് അന്വേഷിക്കായിരുന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആരുമായിട്ടും കോണ്ടാക്ട്സ് ഇല്ല. അച്ഛൻ മരിക്കുന്നത് ക്യാൻസർ ആയിട്ടാണ്, അമ്മ മരിക്കുന്നത് ഒരു വൃദ്ധസദനത്തിൽ വെച്ച. ഈ കുട്ടിയുടെ ചേട്ടന് ഈ CA പലതവണ ട്രൈ ചെയ്തിട്ടും ആൾക്ക് കിട്ടിയില്ല. CAയുടെ എന്തോ ഒരു പേപ്പർ കിട്ടിയില്ലെങ്കിൽ ഫുൾ എഴുതണം, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, ഭയങ്കര ടഫ് അല്ലേ അത് കിട്ടാൻ. അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ പലതവണ ആയപ്പോഴേക്കും ആൾക്ക് സൈക്കാട്രിക് ഡിസോർഡർ ആയി, സ്ക്രിസോഫ്രീനിയയുടെ അവസ്ഥയിലേക്ക് എത്തി. സോഷ്യലൈസ് ചെയ്യില്ല, ആരെയും വിശ്വാസമില്ല. ഇങ്ങനെ അടുത്ത വീട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ ആ കുട്ടിയെ വിളിച്ചു. അത് കല്യാണം കഴിഞ്ഞ് വേറൊരു സ്ഥലത്ത് പോയി, അതിനെ വിളിച്ചു. അപ്പൊ അത് അതിന്റെ വീട്ടിൽ അന്വേഷിച്ച് കിട്ടിയ വിവരം, ജനലിലൂടെ ഇങ്ങനെ നോക്കുന്നു, അത് കാണുമ്പോ തന്നെ ചുറ്റുമുള്ള ആൾക്കാർക്ക് പേടിയാവും. അപ്പോ അത് കാരണം ആരും അങ്ങോട്ട് അടുക്കാറില്ല, എല്ലാവർക്കും പേടിയാണെന്ന് പറഞ്ഞു. എനിക്ക് ആ വ്യക്തി ആ വീട്ടിലുണ്ടോന്ന് ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ആ കുട്ടിയും ഉപേക്ഷിച്ച പോലെ, മീൻസ് അതിന് വേറൊന്നും ചെയ്യാനും പറ്റില്ല. ഹസ്ബൻഡിന്റെ വീട്ടുകാരും ഇതിനെ ഇങ്ങോട്ടും അടുപ്പിക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു ആളുടെ സിസ്റ്റർ. അപ്പൊ അത് ആള് പഠിച്ച് എന്നാൽ അതെനിക്ക് കിട്ടിയില്ല. നെക്സ്റ്റ് ഓപ്ഷൻ, അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു സപ്പോർട്ട് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അവർക്കത് കിട്ടിയില്ല, അവരെ പുഷ് ചെയ്ത് അതിലേക്ക്. ഇപ്പൊ അച്ഛൻ പോയ വഴിയെ തന്നെ ആള് പോവാൻ നോക്കി, കിട്ടിയില്ല എന്ന് കാണുമ്പോൾ പുള്ളി വേറൊരു റൂട്ട് തിരഞ്ഞെടുക്കാമായിരുന്നു. ഫിനാൻഷ്യലി ഒക്കെ അവര് നല്ല സെറ്റിൽ ആയിരുന്നു. പക്ഷെ ആൾക്ക് സൈക്കാട്രിക് ഡിസോർഡർ ആയി. കറക്റ്റ് മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത്. അത് അപ്പം നമ്മളുടെ കുഞ്ഞുങ്ങളെ ഈ പാരന്റ് പുഷിങ്, അങ്ങനെ ഒരു പുള്ളിങ്, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, അവരിങ്ങനെ ഒരു വര വരയ്ക്കും, അതിലൂടെ കൊണ്ടുപോകാനായിട്ട് നോക്കും. സ്കൂളിലും എന്താ, അക്കാദമിക് പ്രഷർ, മാർക്കാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, അതിനെ എൻഹാൻസ് ചെയ്യുന്നു. അപ്പം ഫെയിൽ ആകുമെന്നുള്ള പേടി. അങ്ങനെ വരുമ്പോൾ ഇവർ ഓടിപ്പോവുക, ഒളിച്ചിരിക്കുക, ഫാന്റസി, അവരുടെ ഒരു ലോകം ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് കയറിയിരിക്കുക, അല്ലെങ്കിൽ വേറെ വല്ല മെത്തേഡും ഇടയ്ക്കും പോകുന്നു. അങ്ങനെ വരും. അപ്പൊ ഈ ടീച്ചേഴ്സിനെ അവർക്ക് ബെറ്റർ ടീച്ചിങ് എന്ത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കണം അത് മനസ്സിലാക്കിക്കാനുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട ഒരാളാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ കയ്യിലുണ്ട് ഈ കുട്ടികളുടെ രീതികൾ. ഒരു ടീച്ചറെ വിചാരിച്ചാൽ അത് മാറ്റാനായിട്ട് പറ്റും. വൈവയ്ക്ക് വന്നപ്പോ പലരും പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ നിങ്ങൾക്ക് പരിചയമുള്ള പ്രീ സ്കൂൾ ടീച്ചറെ പറ്റി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു വൈവയ്ക്ക് വന്നപ്പോ. അപ്പൊ എനിക്ക് ഷെയർ ചെയ്ത കാര്യമാണ്, അങ്ങനെ ഒരു ടീച്ചറെ പറ്റി ഇങ്ങനെ പറയാൻ. ഞാൻ ചോദിച്ചു, എന്താണ് അവരോട് ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം എന്ന് ചോദിച്ചു. എന്റെ മോന്റെ അല്ലെങ്കിൽ മോളുടെ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറാണ്, അവൻ നല്ലപോലെ വരയ്ക്കും എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ടീച്ചർ കാരണമാണ്.
അതായത് സ്വന്തം പാരന്റ്സിന് മനസ്സിലായില്ല കുട്ടിക്ക് വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന്. എന്റെ കുഞ്ഞ് വരയ്ക്കുമെന്ന് എന്നെ മനസ്സിലാക്കി തന്നത് അവന്റെ ടീച്ചറായിരുന്നു. ഞാൻ ഒരിക്കലും മറക്കില്ല. ആ പയ്യൻ ഇപ്പൊ വലുതായി, ഡിഗ്രി ലെവൽ എന്തോ ആയി. അവൻ നഴ്സറി ക്ലാസ്സിൽ പോയപ്പോൾ ആ ടീച്ചറാണ് പറഞ്ഞത്, ഇവൻ നല്ലപോലെ വരയ്ക്കും, ഇവനെ നിങ്ങൾ ഈ ഡ്രോയിങ്ങിലേക്ക് ഒന്ന് തിരിച്ചു വിടൂ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ, അങ്ങനെ മിക്കവരും പറഞ്ഞത് കുട്ടികളെ പഠിപ്പിച്ച പ്രീ സ്കൂൾ ടീച്ചറെ കുറിച്ചായിരുന്നു മിക്കവരും വൈവയ്ക്ക് ചോദിച്ചപ്പോ പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് അത്ര ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് പറഞ്ഞത്, എന്റെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലാക്കി തന്നത് ആ ടീച്ചറാണ്. സോ നമ്മുടെ ഓരോരുത്തരുടെ റോള് നോക്കൂ. നിങ്ങളൊക്കെ ആ ടീച്ചറാകാൻ പോകുന്നവരാണ്, കുറെ പേര് ആയിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയോ സോൾസാ നമ്മുടെ മുന്നിലിരിക്കണേ. അവരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്കും പറ്റും. വൈബയ്ക്ക് വന്നപ്പോഴാണ് മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സിന്റെ ഇമ്പോർട്ടന്റ്. മോണ്ടിസോറി അന്നത് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ലാംഗ്വേജ് ഏരിയ എന്ന്. ഞാനത് എല്ലാരോടും ഞാനത് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അപ്പൊ പലരും കട്ട് ചെയ്യാൻ വിഷമാണ്, മിസ് ഞങ്ങൾ ഫോം ഷീറ്റ് ചെയ്തോട്ടെ, ഗ്ലിറ്ററിങ് പേപ്പർ ഉണ്ട് അതല്ലേ കാണാൻ ഭംഗി, അതിൽ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ സാൻഡ് പേപ്പറിൽ ഒരു 4 ലെറ്റേഴ്സ് എങ്കിലും ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോയവര് ഉണ്ടാക്കി വെച്ച സാധനങ്ങളെല്ലാം ആയിട്ടാ പോയത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ്. അമേസിംഗ് ആയിരുന്നു റിസൾട്ട്. കാരണം ടീച്ചർമാർ ഉപേക്ഷിച്ച കുട്ടികൾ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അവൻ എഴുതില്ല, അവനെ നോക്കണ്ട, ആ ഭാഗത്തേക്കേ നോക്കണ്ട. നിങ്ങളുടെ ഡീവിയേറ്റഡ് കിഡ് ആ ഒരു ഏരിയയിൽ വരുന്ന കൊച്ച്. ഇപ്പൊ സാൻഡ് പേപ്പർ മുന്നിൽ വെച്ച് കൊടുത്ത് ആദ്യം നമ്മളൊന്ന് ട്രേസ് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇനിയിപ്പോഴും കുട്ടി അതിന്റെ മുകളിലൂടെ ട്രേസ് ചെയ്യാൻ തുടങ്ങി. ആ ഒരു റഫ്നെസ്, ആ ഒരു ടെക്സ്ചർ അവന്റെ കുഞ്ഞു മസിൽസിനെ ട്രിഗർ ചെയ്യിച്ചു. അങ്ങനെ അവനെ എഴുതാൻ തുടങ്ങി. ആ സ്കൂളിലെ ടീച്ചർമാർക്ക് ഭയങ്കര അതിശയായിരുന്നു. അയ്യോ എഴുതിയോ, അതാണ് അവർ ചോദിച്ചത്. അവരൊരു വർഷം മുഴുവനും കഷ്ടപ്പെട്ട് ചെയ്തത് നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മുടെ ട്രെയിനീസ് ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയണത്, നിങ്ങൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് അത് ചെയ്യൂ. കാരണം അതിന്റെ റിസൾട്ട് അത്രയും ഉണ്ട്. ഫോം ഷീറ്റ് ശരിയാ, നമുക്ക് കാണാനൊക്കെ ഭംഗിയുണ്ട്, ഗ്ലിറ്റേഴ്സ് ഉണ്ട്, എല്ലാം ശരി തന്നെയാണ്. ബട്ട് അതില് നമ്മള് കുട്ടികളെ കൊണ്ട് നമുക്ക് ട്രേസ് ചെയ്യിക്കാൻ പോയിട്ടൊന്നും തൊടിക്കാൻ പറ്റില്ല. അതിന്റെ ഗ്ലിറ്റർ മുഴുവനും അവരുടെ കയ്യിലാകും. അവരത് വായിൽ വെക്കും, കണ്ണ് തിരുമ്മും, മൂക്കിൽ വയ്ക്കും, അങ്ങനെയൊക്കെ അവരുടെ ഉള്ളിലൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇറിറ്റേഷൻസ് വരും, അലർജിക് ആണ്, മുടിയിലും തലയിലും മേത്തും ഒക്കെ ആവും, അത് പോവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളതൊക്കെ, അതാണ് മറിയ മോണ്ടിസോറി റിയാലിറ്റിയുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അവർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സിന്തറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഉപയോഗിക്കുകയില്ലായിരുന്നു. ഓക്കെ, സൂപ്പർവിഷൻ പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പൊ നമ്മൾ മോണ്ടിസോറി മെത്തേഡിലെ പല ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. സൂപ്പർവിഷൻ എന്നുള്ളത് എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൂപ്പർവിഷന്റെ പർപ്പസ് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ടീച്ചേഴ്സിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു കംഫർട്ടബിൾ ലെവലില് കേട്ടോ. റോളിംഗ് ടൈം. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അവരെ കംഫർട്ടബിൾ ആക്കിയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. കാരണം അവര് ഏബിൾ ആവുന്ന, ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് സെൽഫ് അനലൈസ് ചെയ്യുന്നു ടീച്ചേഴ്സ്. സെൽഫ് ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഞാൻ അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നു, ഞാൻ ഇനിയും മാറേണ്ടതുണ്ട്, സെൽഫ് ഇംപ്രൂവ് ചെയ്യുന്നു. അറ്റ് ദ എൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, ചെയ്യുന്ന കാര്യം ഓക്കെ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് അവരെത്തുന്നു. അപ്പോ അല്ലാതെ ഞാൻ എല്ലാം തികഞ്ഞതാണ് എന്നല്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ ആം നോട്ട് വർത്തൊന്നും ചിന്തിക്കുന്നില്ല. യെസ്, ഐ ഹാവ് ദ പൊട്ടൻഷ്യൽ. ആ ഒരു അപ്ഗ്രഡേഷനിലേക്ക് ഞാൻ വരണമെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഒന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. വിശകലനം ചെയ്യാൻ നമ്മൾ പറയില്ലേ, ഞാൻ ചെയ്ത കാര്യങ്ങൾ ശരിയല്ലെങ്കിൽ ഐ ഷുഡ് ക്രിട്ടിസൈസ് മൈ സെൽഫ്. നമ്മൾ എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യാൻ പോകും, മറ്റുള്ളവരെന്താ ചെയ്യുന്നതെന്ന് നോക്കും, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ പോകും. സോ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസ്, സെൽഫ് ജഡ്ജ്മെന്റ് ആൻഡ് സെൽഫ് ഇംപ്രൂവ്മെന്റ്. ലാസ്റ്റ് നമ്മൾ നമ്മളുടെ ആ ഒരു അച്ചീവ്മെന്റിലേക്ക് എത്തുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാം, ഉയരങ്ങൾ കീഴടക്കിയവരെപ്പോഴും അവർ ചെയ്ത കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ അവർ നോക്കുന്നത്. ചുറ്റും നടക്കുന്നതല്ല അവർ നോക്കുന്നത്, ഞാൻ ചെയ്യുന്നത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എനിക്ക് ബെറ്റർ എങ്ങനെ കൊടുക്കാൻ പറ്റും, ഇതാണ് നോക്കുന്നത്. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞപ്പോൾ ഐ ഫീൽ ലൈക്ക് ഞാൻ കൊടുത്തതിൽ എന്തോ പോരായ്മയുണ്ട്,
ഞാൻ ഇനിയും ഒന്നുകൂടെ ശരിയാണ്, സെക്കൻഡ് ബാച്ച്, തേർഡ് ബാച്ച്, അങ്ങനെ ഫോർത്ത്, ഫിഫ്ത്ത്, ഇപ്പൊ 14th ബാച്ചിൽ നിൽക്കുക. അപ്പൊ ശരിക്കും എന്നെ വളർത്തിയത് എന്റെ മുന്നിൽ പുസ്തകങ്ങളായി വന്ന നിങ്ങളെപ്പോലുള്ളവരാണ്. അപ്പൊ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പുസ്തകങ്ങളാണ് എനിക്ക് പഠിക്കാനുള്ളത്. ഇഫ് അവര് മിസ് അത് ശരിയായില്ല, ഇങ്ങനെ തരാമായിരുന്നില്ലേ, ഇങ്ങനെ തരുവാണെങ്കിൽ നന്നായിരുന്നു, യെസ്, പിന്നെ ഞാൻ അങ്ങനെ കൊടുക്കാനായിട്ട് നോക്കും. അല്ലാതെ ഞാൻ അങ്ങനെ തരില്ലേ, ഞാൻ ഇങ്ങനെ തരുള്ളൂ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരിക്കണമെങ്കിൽ കാര്യമില്ലല്ലോ. സോ നമ്മൾ വളരും, നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ കുഞ്ഞുങ്ങളും അവരുടെ ഓരോ പുസ്തകങ്ങളാണ്. അതാണ് ഈ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന്റെ ഒരു ഭാഗമാണത്. അപ്പൊ സെൽഫ് അനാലിസിസ്, സെൽഫ് ക്രിറ്റിസിസ്, സെൽഫ് ഇംപ്രൂവ്മെന്റ് അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ കൂടുതൽ ഇമ്പ്രൂവ് ആവുകയല്ലേ ചെയ്യുന്നത്. നിങ്ങളൊരു ഡിഷ് ഉണ്ടാക്കുമ്പോൾ ലാസ്റ്റ് ടൈം ഉണ്ടാക്കിയപ്പോ ചെറിയൊരു പോരായ്മ വന്നു, നെക്സ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ അതിനകത്ത് നമ്മുടെ ഒരു ടച്ചും കൂടെ നമ്മൾ കൊടുക്കും, അങ്ങനെ അതിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കും അല്ലെ. ടൈലേഴ്സ് അവർക്ക് ഡ്രസ്സ് കൂടുതൽ നന്നാക്കാനായിട്ട് അവർ നോക്കും. അവരെപ്പോഴും എന്താ പറയുന്നത്, നമുക്ക് തയ്ച്ചു തരുമ്പോ ഒന്ന് ഇട്ട് നോക്കിയിട്ട് എന്നോട് പറയണേ എന്നുവെച്ചാൽ അവർക്ക് നെക്സ്റ്റ് ടൈം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ ചെയ്ത് കറക്റ്റ് ചെയ്ത് തരാനും നെക്സ്റ്റ് ടൈം അത് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവര് പറയുന്നത്. ഇട്ട് നോക്കിയിട്ടൊന്ന് പറയണേ, അല്ലാതെ തയ്ച്ച് കാശ് വാങ്ങുന്ന അങ്ങനെയല്ലല്ലോ ടൈലേഴ്സ് ചെയ്യുന്നത്. ഇട്ട് നോക്കിയിട്ട് എന്നോട് പറയണോട്ടോ എന്ന് പറയും, അല്ലെങ്കിൽ ഒന്ന് ഇട്ട് നോക്കി കാണിച്ചിട്ട് പോകുമെന്ന് പറയും ചിലര്. അതാണ് അവരവർ ചെയ്യുന്ന ആ ഒരു കാര്യം അവർ ഡെവലപ്പ് ആകാനാണ് കൂടുതൽ നോക്കുന്നത്. ഓക്കെ, എഡ്യൂക്കേഷൻ, കുട്ടികളുടെ പെർഫോമൻസ് ഒക്കെ ഇതുവഴി ഇതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പുറത്തേക്ക് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾ അവരുടെ ആ ഒരു ഔട്ട്കമാണ്. കുറെ മാർക്ക് വാങ്ങി കുറെ A+ കിട്ടിയ സ്കൂളാണ് അങ്ങനെയെന്നുള്ളത്, അവരെത്രത്തോളം പ്രൊഡക്റ്റീവാണ് സൊസൈറ്റിക്ക്, ആ ഒരു രീതിയിലാണ് വരുന്നത്. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഓരോ സ്കൂളുകളിലും, സ്കൂളോ കോളേജോ വട്ടെവർ ഇറ്റ് ബി, അവിടെ ഒരു സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള അക്കാദമിക് സ്റ്റാൻഡേർഡ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എഡ്യൂക്കേഷൻ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പർപ്പസ് കുറെ സ്റ്റാർ ഇട്ടിട്ട് നമുക്ക് പർപ്പസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. മേ ബി നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ്, ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ടാ ചിലപ്പോ ഒന്ന് സ്പീഡിലൊക്കെ പോകും കേട്ടോ. പിന്നെ സെമിനാർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ, ഫസ്റ്റ് ബാച്ചിലെ കുട്ടികളെ പറഞ്ഞ പല ഇത് വെച്ചിട്ടാണ് ഞാൻ പാർട്ട് 1 ഒക്കെ എടുക്കുമ്പോഴും പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ് അതിന്റെ കൂടെ മിക്സ് ചെയ്തെടുക്കുന്നത്. കാരണം പാർട്ട് 3 ആവുമ്പോഴേക്കും കുറെ സമയമാകുമല്ലോ, അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഈ പാർട്ട് 3 കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കും ഞാനിത് തന്നെ ചെയ്യേണ്ടതാണ്, എന്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട്, അത് കണ്ടെത്തി ഞാൻ തന്നെ മൂർച്ച കൂട്ടി ഞാൻ തന്നെ ചെയ്യേണ്ടതാണെന്ന്. കാരണം ഫസ്റ്റ് ക്ലാസ്സിൽ ഇതുപോലെ ഒരു 14th ബാച്ചിൽ ഞാൻ കയറിയപ്പോ 2-3 ക്ലാസ്സേ ആയുള്ളൂ. നോട്ട്സ് തരാമോ, ഒരു എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ അതൊരെണ്ണം ഡെമോ ചെയ്ത് കാണിച്ചു തരാമോ, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരുന്നു കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ ചിരിച്ചു, ഞാൻ പറഞ്ഞു നമുക്ക് വഴിയെ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവരിലേക്ക് ഞാൻ ആദ്യമേ കൊടുത്തു മോണ്ടിസോറി മെത്തേഡ്. ഇപ്പൊ അവര് ഭയങ്കര ഓക്കെയാണ്, അവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്, അവരെല്ലാം തന്നെ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. 1-2 ക്ലാസ്സസേ കഴിഞ്ഞുള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് ബാച്ചസ് കഴിഞ്ഞപ്പോ എനിക്കത് മനസ്സിലായി, അവരിങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഇത് അറിയുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഓൾറെഡി ഒക്കെ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോ നെക്സ്റ്റ് ബാച്ചിന് അത് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ സാറും ജയദേവ് സാറും എന്നോട് ചോദിച്ചു, എന്താ ടീച്ചറെ അങ്ങനെ ചോദിച്ചു. ഞാൻ സാർ ഇതാണ് കാര്യം, ഇനി ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് ആക്കി വന്നു. പിന്നെ മെറ്റീരിയൽസ് ഇടയ്ക്ക് ക്ലാസ്സിലെടുത്ത് കാണിക്കുമായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാല് ഈ മെറ്റീരിയൽസ് നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുകൊണ്ട് കുറെ ഇവിടെ ഇരിക്കുമായിരുന്നു, കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടില്. പിന്നെ പ്രാക്ടിക്കൽ സെഷന് കുട്ടികൾ വരുമ്പോൾ ഇതെല്ലാം കൂടെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ മെറ്റീരിയൽസ് ഒന്നും നാശാവും. ചില ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട്, അതൊക്കെ മിസ്സാവാൻ തുടങ്ങി. കാറിലൊക്കെ വെച്ചിട്ട് ഈ കവറിൽ നിന്ന് പുറത്തേക്ക് പോകുമോ അങ്ങനെ എന്തൊക്കെയോ ആയിട്ട്. അങ്ങനെ വന്നപ്പോ ഞങ്ങൾ തീരുമാനിച്ചു മെറ്റീരിയൽസ് ഒരു സ്ഥലത്ത് വെക്കാം. അങ്ങനെ അതിപ്പോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഓരോന്നും എടുത്ത് കാണിക്കുമായിരുന്നു. എന്റെ കയ്യില് ഞാൻ ഉണ്ടാക്കിയതല്ലാതെ വേറൊന്നുമില്ല, നമ്മൾ വാങ്ങിയതൊന്നുമില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആ മെത്തേഡ് ഇപ്പൊ എല്ലാ ചാപ്റ്ററിലും ആ മെത്തേഡ് ഇങ്ങനെ അതിന്റെ അങ്ങനെ പറഞ്ഞാ പോകുന്നേ. അപ്പൊ അവർക്ക് അറിയാം. ഫസ്റ്റ് ഡേ ചോദിച്ച നോട്ട് തരാമോ, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പറയുമ്പോൾ അതൊന്നും ഉണ്ടാക്കിയത് കാണിച്ചു തരാമോ, അത് ആ ചോദ്യങ്ങളൊക്കെ ഇപ്പൊ നിന്നു.
ഓക്കെ, നെക്സ്റ്റ് പർപ്പസ് ഓഫ് സൂപ്പർവിഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്, കുറെ സ്റ്റാർ ഇട്ട് പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വാളിറ്റി എന്താ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ സ്കൂളിൽ നടക്കുന്ന ഒരു ലേണിംഗ് പ്രോസസ് ആണല്ലേ. ആ ലേണിംഗ് പ്രോസസ്, ആ ലേണിംഗ് അല്ലെങ്കിൽ ആ ടീച്ചിങ്, അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, അതിനെ ഹെൽപ്പ് ചെയ്യുന്നു സൂപ്പർവൈസർ. സൂപ്പർവൈസർ അല്ലല്ലോ ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്ന ആ ഒരു ടീം ഉണ്ടാകും, ടീച്ചേഴ്സ്, അവരെ ഹെൽപ്പ് ചെയ്യുന്നു അത് നല്ല രീതിയിൽ ക്വാളിറ്റിയോട് കൂടി പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതുവഴി അച്ചീവ്മെന്റ് കിട്ടുന്നത് കുട്ടികൾക്കാണല്ലേ, അതിന്റെ റിസൾട്ട് കിട്ടുന്നത്. ആ അച്ചീവ്മെന്റ്, സ്റ്റുഡൻസിന്റെ അച്ചീവ്മെന്റ്, ഇതാണ് പർപ്പസിൽ ഒന്നായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മോണിറ്റർ ചെയ്യുന്നു സൂപ്പർവൈസർ അത് മോണിറ്റർ ചെയ്യുന്നത് പേഴ്സണലും ആണ്. അതായത് ഇപ്പൊ ഓരോ ടീച്ചേഴ്സും അവർ ചെയ്യുന്ന കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഗോൾസിലേക്ക് എത്തുന്നുണ്ടോ, അതിന്റെ ക്വാളിറ്റി, സ്കൂൾ ക്വാളിറ്റി, അതുപോലെ തന്നെ നാഷണൽ ലെവലിലുള്ള എഡ്യൂക്കേഷണൽ ബോർഡിലേക്ക് ഇത് എത്തി നിൽക്കുന്നുണ്ടോ എന്നുള്ളതും സൂപ്പർവൈസർ അഷ്വർ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താ വേണ്ടത്? ഒരു സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, ഇപ്പൊ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തിരിക്കുക, ഇവിടെ നിന്ന് ഇറങ്ങുന്ന സ്മാർട്ട് ശ്രീയുടെ എന്താ പറയാ, ഒരു ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് ഇറങ്ങുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാം ഓരോരുത്തരും. അപ്പൊ അവരെ നിങ്ങൾക്ക് നിങ്ങൾ നല്ലൊരു പേഴ്സണാലിറ്റി ആയിട്ട് ഓൾറെഡി യു ഹാവ് ദാറ്റ്, അത് നന്നാക്കി കുറച്ചുകൂടെ തിളക്കമേറിയതാക്കാനായിട്ടാണല്ലോ ശ്രദ്ധിക്കുന്നത് ഓരോ. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു വെൽ എഡ്യൂക്കേറ്റഡ് സിറ്റിസൺ ആയിട്ട്, എന്ന് വെച്ചാൽ അവർക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് അറിവ് മാത്രമല്ല, അവര് എഫക്റ്റീവ്ലി, അവരെവിടെയാണോ ചെല്ലുന്നത് അവിടെ എഫക്റ്റീവ്ലി അവർക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റണം അല്ലെ. ആ ഒരു സർവീസ്, ആ ഒരു എഫക്റ്റീവായിട്ട് സെർവ് ചെയ്യാനായിട്ട് പറ്റണം. ഞാൻ ഒരു പേഴ്സണാലിറ്റിയെ പരിചയപ്പെട്ടതാണ്. അദ്ദേഹം തെലുങ്കാണ്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹം കൊച്ചിയിലെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിരുന്നു, നാഗരാജ് സാറ്. അദ്ദേഹം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇപ്പോ ആര് മുന്നിൽ വന്നാലും അദ്ദേഹത്തിന് വലിപ്പച്ചെറുപ്പമല്ല, അത്ര റെസ്പെക്റ്റാ. ഓരോരുത്തരും എന്താണ് ചെയ്യുന്നത് എന്നെല്ലാം അദ്ദേഹം വിശദമായി ചോദിച്ചറിയും. അത്രയ്ക്ക് നല്ലൊരു പേഴ്സണാലിറ്റിയാണ്. കറപ്റ്റഡ് അല്ല, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി, ജെനുവിൻ ആയിട്ടുള്ള ഒരാള്. പിന്നീട് അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ട് പോയി. അപ്പൊ അദ്ദേഹം അവിടുന്ന് സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്ന് മാറിയിട്ട് ട്രാൻസ്പോർട്ട് ഉണ്ടല്ലോ അതിന്റെ കമ്മീഷണറാണ്. ഓക്കെ, കുറച്ചുകൂടെ അദ്ദേഹം ഫ്രീ ആയി. എന്നാലും ഇപ്പോഴും ടച്ചിൽ തന്നെയുണ്ട്, സംസാരിക്കാറൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന്റെ വൈഫും IPS ആണ്. എന്താ പേര് ഞാൻ മറന്നുപോയി. ഒരു വിസ്മയ കേസൊക്കെ ഉണ്ടായിരുന്നില്ലേ, മാം അതൊക്കെ അന്വേഷിച്ചാണായിരുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ മാമും ഇതുപോലെ തന്നെയാണ്, ഭയങ്കര പൊട്ടൻഷ്യലാ. നമ്മളൊരു കാര്യം പറയുമ്പം അവരത് ഫുൾ കാര്യങ്ങൾ മനസ്സിലാവും, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്. അവർ രണ്ടാമത് എന്താന്നൊരു ചോദ്യമില്ല, നല്ലപോലെ അവർ ഒബ്സർവ് ചെയ്യും. അവരുടെ ആ ഒരു ലിസണിങ് സ്കില്ലും ഭയങ്കരമായിരുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും ഇങ്ങനെ പഠിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പഠിച്ച് എനിക്ക് ഇത്ര മാർക്ക് കിട്ടി എന്നുള്ളതിലല്ല, അവിടെ നമ്മള് ആ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സിറ്റിസൺ ആയിട്ട് ഇറങ്ങുന്നു. നമ്മളുടെ ഏത് ഏരിയയിലാണോ നമ്മുടെ സർവീസ് അവിടെ നമുക്ക് നല്ല ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പിന്നെ സൂപ്പർവൈസർ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, ആരെ, ടീച്ചേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതുപോലെ തന്നെ അവരുടെ ടീച്ചിങ് പ്രോസസ്, ആ ടീച്ചേഴ്സ് ചെയ്യുന്ന ആ ജോബിനെ അതുവഴി പ്രൊമോട്ട് ചെയ്യുന്നത് കുട്ടികളെ പഠിപ്പിക്കുന്നതാണല്ലോ. അപ്പൊ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നു, വളർത്തുന്നു ടീച്ചേഴ്സിനെ ശരിക്കും അവർ ചെയ്യുന്ന ജോബ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട്. ഓരോ ടീച്ചേഴ്സിനെയും, ആ സ്കൂൾ സിസ്റ്റത്തിലുള്ള ഓരോ ടീച്ചേഴ്സിനെയും അവരുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തതിൽ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാരണം സൂപ്പർവൈസറുടെ ഒരു ജോലിയാണത്, അത് എൻഷുർ ചെയ്യുന്നു. ഓരോ ടീച്ചറിനും, ഇപ്പൊ 10-12 ടീച്ചർമാരുണ്ടെങ്കിലും ഓരോരുത്തരെയും നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ സ്കൂളിലൊരു മാനേജ്മെന്റ് ഉണ്ടാവുമല്ലോ, പിന്നെ സ്കൂളിന്റെ ഡിറക്ഷൻ മനസ്സിലാക്കുക, എന്താണ് അർജന്റ് നീഡ്സ്,
അത് മനസ്സിലാക്കിയിട്ട് അതിനെ അഡ്രസ് ചെയ്യുന്നു. അതാണ് സൂപ്പർവൈസർ ചെയ്യുന്ന നെക്സ്റ്റ് കാര്യം. പിന്നെ ക്ലാസ് റൂം മാനേജ്മെന്റ് അത് ചെയ്യുന്നത്, ക്ലാസ് റൂമിലെ മാനേജർ എന്ന് പറയുന്ന ടീച്ചേഴ്സ് ആണല്ലോ, അത് എഫക്റ്റീവായിട്ട് അവർ ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാക്കുന്നു. അതിന് വേണ്ടുന്ന സപ്പോർട്ട് ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഒരു സബ്ജക്ട് ടീച്ചർ ആണെങ്കിലും ഈ ടീച്ചർക്ക് അത് കൂടാതെ പല പൊട്ടൻഷ്യലും കാണും അല്ലെ, പല സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ടാകും, ക്വാളിറ്റീസ് ഉണ്ടാകും ഓരോ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ ലെക്ചേഴ്സിന് ആ സ്കൂളിൽ. അത് കണ്ടെത്തുന്നു, അത് പ്രൊമോട്ട് ചെയ്യുന്നു, ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി അത് പ്രൊമോട്ട് ചെയ്യുന്നു. സ്കൂളിന്റെ രീതി മനസ്സിലാക്കുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു, സ്കൂളിന്റെ മോസ്റ്റ് അർജന്റ് നീഡ്സ്, അതൊക്കെ തന്നെ നമ്മൾ പറഞ്ഞത്. പിന്നെ സ്റ്റാഫ് ഡെവലപ്മെന്റിന് വേണ്ടുന്ന ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷന് പല രീതിയിലുള്ള ഡെവലപ്മെന്റ് പ്രൊഫൈൽ ഉണ്ടാകും, എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത് ഒരു അക്കാദമിക് ഇയറിൽ. അപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാവും, ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും നോക്കുന്നതും അതിന്റെ കാര്യങ്ങളും. അവർക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക, ഒരു ഫുൾ പിക്ചർ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച്. ഇപ്പോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന ഒരാള് ഇൻസ്പെക്ഷന് വരുവാണെങ്കിൽ സൂപ്പർവൈസറുടെ ഡ്യൂട്ടിയാണ് സ്കൂളിന്റെ അതുവരെയുള്ള പെർഫോമൻസിന്റെ കാര്യങ്ങളും അതിന്റെ ഒരു ഫുൾ പിക്ചർ അവർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ പലപ്പോഴും പബ്ലിക് ഫണ്ട് അവൈലബിൾ ആയിരിക്കും സ്കൂളുകൾക്ക്. പബ്ലിക് ഫണ്ട് ശരിയായ കാര്യങ്ങൾക്ക് തന്നെയാണോ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളത് എൻഷുർ ചെയ്യുക. പിന്നെ പബ്ലിക് എക്സാമിനേഷൻസ് ഒക്കെ വരുമല്ലോ, ഇപ്പം സ്റ്റേറ്റ് സ്കൂൾ ആണെങ്കിൽ SSLC എക്സാമും CBSE ICSE ഒക്കെ ആവുമ്പോൾ ബോർഡ് എക്സാംസ് ഒക്കെ വരും. അപ്പൊ അതുവരെയും സ്കൂളൊക്കെ ആയിരിക്കും ചെറിയ ക്ലാസ്സുകളിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക് എക്സാമിനേഷൻ വരുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്, ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടുന്ന എല്ലാ റിക്വയർമെന്റും ഫെസിലിറ്റിയും ഉറപ്പാക്കുക. സ്കൂളിന് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ കുട്ടികൾക്ക് രജിസ്ട്രേഷൻ പോസിബിൾ ആക്കുന്നതിന്. ഓക്കെ, നെക്സ്റ്റ് പല കാര്യങ്ങളും റെക്കോർഡിക്കലായിട്ട് കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരും. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ പിന്നെ പല ലോസും റെഗുലേഷൻസും പലപ്പോഴും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് അത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷനും ഉണ്ടാവും. അത് മാത്രമല്ല അതോറിറ്റീസ് പറയുന്ന, ഗവൺമെന്റ് അതോറിറ്റീസ് പറയുന്ന ചില ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എക്സാമിൻ ചെയ്ത് അതിന്റെ റെക്കോർഡ് കീപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്കറിയില്ല, ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന ഒരു പ്രോഗ്രാമിന്റെ ഫൗണ്ടറായ ഒരു പ്രിൻസിപ്പൽ ആയിരുന്നു. അദ്ദേഹത്തിന് മാനേജ്മെന്റ് ആ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ, അദ്ദേഹത്തിനെതിരെ കുറെ അലിഗേഷൻസ് വന്ന് ഒരു ബോർഡിൽ നിന്നും കുറെ ആളുകൾ എൻക്വയറിക്ക് വേണ്ടി വന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു എന്നറിയില്ല, ചില ബാച്ചിനെ ഷെയർ ചെയ്തിരുന്നു. ഞാൻ ആ എൻക്വയറി കമ്മീഷന് മുൻപിൽ ഞാൻ ചെന്നപ്പോ എന്നെ ആ സ്കൂളിൽ നിന്നും അവര് പുറത്താക്കുകയും ചെയ്തു. മാനേജ്മെന്റ് എന്നെ പുറത്താക്കി, എനിക്ക് അവിടെ കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസൾട്ട് ചെയ്ത് അവിടെ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഷെയർ ചെയ്തു എന്നറിയില്ല. ആ ഒരു അത് മീൻസ് അവിടത്തെ അങ്ങനെ ഒരു പ്രോബ്ലം വന്നപ്പോ എനിക്ക് അതിനൊരു പ്രശ്നം വന്നില്ല, കാരണം എന്റെ പ്രസൻസ് അവരെ ഡിസ്റ്റർബ് ചെയ്തു. ഞാൻ വന്നാൽ അവര് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം തകർന്നു പോകും, അതുകൊണ്ടായിരിക്കാം. അപ്പൊ സാറിന്റെ കോള് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു, എൻക്വയറി റീസ്റ്റാർട്ട് ചെയ്യുവാണെന്ന്. വേറൊന്നുമല്ല, എൻക്വയറി നടന്നത് മാനേജറുടെ പേഴ്സണൽ റൂമിൽ വെച്ചായിരുന്നു. അവിടെ ആ മാനേജർ വോയിസ് റെക്കോർഡിങ്ങിന്റെ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് കമ്മീഷന്റെ മുൻപാകെ മൊഴി കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമല്ലേ, അത് മാനേജർ റെക്കോർഡ് ചെയ്തു. അതിനുള്ള വോയിസ് റെക്കോർഡിംഗ് വെച്ചത് കാരണം അത് തള്ളിപ്പോയി, എൻക്വയറി തള്ളിപ്പോയി. അതിപ്പോ റീസ്റ്റാർട്ട് ചെയ്യുവാണ്, ബോർഡിൽ നിന്നും ഡയറക്ടർ വന്ന് അങ്ങനെയുള്ള റീസ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് സാർ ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി അത് ശരിക്കും ആ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ ഭാഗത്തൊരു അപാകതയായിട്ടാണ്. ശരിക്കും എൻക്വയറി നടക്കട്ടെ, എൻക്വയറി അതിൻ്റെതായ സത്യസന്ധമായ രീതിയിൽ നടത്താമായിരുന്നു, പക്ഷെ അതിനകത്ത് ഇങ്ങനെയൊരു ഫോഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അപ്പൊ ശരിക്കും ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകേണ്ടത് ഗവൺമെന്റ് പറയുന്ന ചില ലോസ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും. അപ്പൊ അതെല്ലാം റെക്കോർഡിക്കലി കീപ്പ് ചെയ്യുക, അതിനനുസരിച്ച് തന്നെ സ്കൂൾ മുന്നോട്ട് പോവുക സിസ്റ്റം.
പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ്, ഒരു എൻവിയോൺമെന്റ് അല്ലെ, നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ പറയുന്ന പോലെ ഒരു എൻവിയോൺമെന്റ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ഫോർ എഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. നല്ലൊരു ടീച്ചിങ് ലേണിംഗ്, ടീച്ചറും ഉണ്ട് കുട്ടികളും ഉണ്ടല്ലേ. ടീച്ചർക്ക് ടീച്ചിങ്ങിനുള്ള നല്ലൊരു എഫക്റ്റീവായ ടീച്ചിങ്ങും പറ്റണം, കുട്ടികൾക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ലേണിങ്ങും കിട്ടണം. ആ ലേണിംഗ് പ്രോസസ്സിലൂടെ അവർ കടന്നു പോകണം. ആ ഒരു രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ എഫക്റ്റീവ് ആയിട്ട് ഇപ്പൊ സൂപ്പർവിഷൻ എഫക്റ്റീവ് ആകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫോക്കസ് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് പോയിന്റ്സ് ആയിട്ട് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് സെമിനാർ ആയിട്ട് എടുക്കാം കേട്ടോ. ഞാൻ എടുത്തു പോയാലും നിങ്ങൾക്കൊരു ടോപ്പിക് നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആണ്. യെസ് പ്ലീസ്. മിസ് അടുത്ത ക്ലാസ്സിൽ ആ ടോപ്പിക്ക് ഞാൻ സെമിനാർ എടുക്കട്ടെ? ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറയേണ്ടതാണ് ദീപോദിസ്റ്റ്. അങ്ങനെ ഇപ്പൊ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് എഫക്റ്റീവ് സൂപ്പർവിഷൻ ഓക്കെ ഫൈൻ, അത് എടുക്കും. എന്നിട്ട് നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഞാൻ അത് എടുത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എനിക്ക് തോന്നുന്നു എന്നേക്കാൾ കൂടുതൽ ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. സെമിനാർ എടുക്കുമ്പോൾ നമ്മൾ കുറെ ഇൻഫർമേഷൻസ് ചുമ്മാ ടെക്സ്റ്റിലെ മാത്രം നോക്കി സെമിനാർ എടുക്കരുത്. കാരണം ഇതുവരെ സെമിനാർ എല്ലാവരും എടുത്തിരിക്കുന്നത് അഡീഷണൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞ് അങ്ങനെയാണല്ലോ സെമിനാർ എടുക്കേണ്ടത്, അറിയാലോ. അതെ മിസ്സേ, ഞാൻ എൻ്റെ ലെവല് ട്രൈ ലെവൽ മൈ ബെസ്റ്റ്. കാരണം ആ ടോപ്പിക്ക് ഞാൻ മൊത്തം എടുക്കാം, പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് സൂപ്പർവിഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് എന്നല്ലേ? നെക്സ്റ്റ് ക്ലാസ് ഉദ്ദേശിക്കുന്നത് നാളെയാണോ? നെക്സ്റ്റ് ക്ലാസ് നമ്മുടെ വരുന്നത് വെനസ്ഡേ അല്ലേ? നെക്സ്റ്റ് വീക്കിലല്ലേ വരുന്ന ദിവസം വെനസ്ഡേസിൽ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പം നെക്സ്റ്റ് വെനസ്ഡേ സെമിനാറിന് ഒരാൾ റെഡിയായി. 5 minutes കൊണ്ട് നോക്കൂ, മാക്സിമം ട്രൈ ചെയ്യൂ. ഓക്കെ, മെയിൻ പോയിന്റ്സ് കാര്യങ്ങളെല്ലാം പറയൂ. അപ്പൊ ആ ഒരു ടോപ്പിക് ഞാനിപ്പോ സ്കിപ്പ് ചെയ്യാണ്, കാരണം ദീപ എടുത്തതിന് ശേഷം ഡിസ്കസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 C's ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ. അപ്പൊ ഈ ടോപ്പിക് ഞാനങ്ങ് സ്കിപ്പ് ചെയ്യുവാണ്. സ്കിപ്പ് ചെയ്യുക ഇൻ ദ സെൻസ് ആഫ്റ്റർ ദ സെമിനാർ വി വിൽ ഡിസ്കസ് സക്സസ്ഫുൾ സൂപ്പർവിഷന് 7 C's. ഇതും നല്ലൊരു ടോപ്പിക് തന്നെയാണ്, ബട്ട് ആരുമില്ലാത്തതുകൊണ്ട് ഞാനത് എടുക്കും. അപ്പൊ ഡെഫിനറ്റ്ലി അവിടെ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി വരുന്നുണ്ട് കേട്ടോ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സൂപ്പർവിഷന് വേണ്ടുന്ന ഫാക്ടേഴ്സ് കാര്യങ്ങളാണ്. ഇന്നത്തെ എക്സാം കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു, കാര്യമായ ഡൗട്ട്സ് ഒന്നും വന്നിട്ടില്ല. ഞാനിങ്ങനെ എപ്പോഴും ലൈവ് ആയിരിക്കും എക്സാമിന്റെ സമയത്ത്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കൺഫ്യൂഷൻസോ ഉണ്ടോന്നു. അപ്പൊ 7 C'സിലെ ഫസ്റ്റ് 1 ആണ് കോൺവെർസേഷൻ. സെമിനാർ എടുക്കണം എന്നുണ്ട് മാം, ബട്ട് ഇപ്പൊ ഭയങ്കര ബിസിയാണ്. ഓക്കെ, നോ പ്രോബ്ലം ജിസ്ന, നോ പ്രോബ്ലം. ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യോ, ഇല്ലെങ്കിൽ നോ ഇറ്റ്സ്. എനിവേ വൈവയ്ക്ക് വരുമ്പോ 2 minutes നിങ്ങൾ അത് പ്രസന്റ് ചെയ്യേണ്ടി വരും. എടുത്തവര് ഓക്കെ, അപ്പൊ തന്നെ മാർക്കാവും. കോൺവെർസേഷൻ അല്ലെ, എഫക്റ്റീവ് കോൺവെർസേഷൻ. പലപ്പോഴും പല ബന്ധങ്ങളിലും വിള്ളലുണ്ടാകാൻ കാരണം ആ ഒരു ഇരുന്ന് സംസാരിക്കാത്തോണ്ടാണ് അല്ലെ ആ ഒരു ഇതിൽ വരുന്നത്. അപ്പോ ഒരു സൂപ്പർവൈസർ, ഇപ്പൊ സൂപ്പർവൈസർ നമുക്ക് അപ്രോച്ചബിൾ അല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ, നമുക്ക് പറ്റുന്നില്ല, ഒട്ടും പേടിയാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റിയെന്നില്ല ഈ എഫക്റ്റീവ് കോൺവെർസേഷൻ നടത്തിയിട്ട്. ബട്ട് ഒരു ആക്സെപ്റ്റബിൾ, എല്ലാരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന എംപത്തറ്റിക് ആയിട്ടുള്ള ഒരാളാണ് സൂപ്പർവൈസർ എങ്കിൽ നമുക്ക് വളരെ അപ്രോച്ചബിൾ ആണ്, നമുക്ക് പോയി കാര്യങ്ങൾ തുറന്ന് സംസാരിക്കും. അപ്പൊ ആ ഒരു എഫക്റ്റീവ് കോൺവെർസേഷൻ എപ്പോഴും ഓഫർ ചെയ്യണം സൂപ്പർവൈസർ ഇൻഡിവിജ്വൽസിന്. പല കാര്യങ്ങളും അവർക്ക് പല ടെൻഷൻസും കൺഫ്യൂഷൻസും ഉണ്ടാവും. അപ്പൊ അതൊക്കെ റേറ്റിംഗ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി വെച്ചേ ഉള്ളൂ. ആ 7 C's നമുക്ക് എന്താന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ ഫൈൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? റേഡിയോ പോലെ ഞാൻ പറയുമായിരുന്നു, ദാറ്റ് ഐ വോണ്ട് ലൈക്ക്, എനിക്കത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ പോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ PG ക്ലാസ്സിൽ അതാണ് കുറെയൊക്കെ നടക്കുള്ളൂ. ഓക്കെ, സോ സെമിനാർ വിൽ ഹെൽപ്പ് ഐ തിങ്ക്. എന്തെങ്കിലും പറയാനുണ്ടോ?
സെമിനാറിന്റെ ഈ ടോപ്പിക് നമ്മൾ തന്നെ ചൂസ് ചെയ്യണോ അതോ മാം പറയുമോ ഇത് സെമിനാർ പോർഷൻ ആണ് അങ്ങനെ ചോദിക്കും. ഇപ്പൊ അദീപ എടുത്ത പോലെ ഇത് ഞാൻ എടുക്കാം അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുവാണോ? നിങ്ങൾ ചൂസ് ചെയ്യുവാണോ? ഇറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ ഓക്കെ. നാളെ ഒരു സെമിനാർ ഉണ്ട് മാം, അതാണ് ഒന്നും ബാക്കിലോട്ട് ആയത്. ഇപ്പൊ ഈ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ബിസി. പ്രശ്നം പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു. അതെ പിജിയുടെ പോർഷൻസ് എല്ലാം തന്നെ ഭയങ്കര സെമിനാർ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഇതായിരിക്കും. കാരണം സെമിനാർ എടുക്കുമ്പോൾ മോർ ഡേറ്റാസ് കളക്ട് ചെയ്യുമല്ലോ. അപ്പം അത് അങ്ങനെ പ്രസന്റേഷൻ രീതിയിൽ പോകുമ്പോൾ അത് കുറെ കൂടെ നന്നായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കയറും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എല്ലാ ടോപ്പിക്കും തന്നെ ടൈപ്സ് ഓഫ് സൂപ്പർവിഷൻ, ടൈപ്പ് ഓഫ് സൂപ്പർവിഷനിൽ ഒരു ടൈപ്പ് എടുത്തിട്ട് സെമിനാർ എടുത്തവരുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ചിലപ്പോ ആ ഒരു സൂപ്പർവിഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുറെ കൂടെ കാര്യങ്ങൾ ആഡ് ചെയ്ത് അങ്ങനെ എടുത്തവരൊക്കെ ഉണ്ട് കഴിഞ്ഞ ബാച്ചിൽ കേട്ടോ. റിലേറ്റ് ചെയ്ത് പേഴ്സണൽ എക്സ്പീരിയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഓക്കെ നമുക്ക് എന്ന് വരെയും PG എന്ന് തീർക്കണം എന്നുള്ളൊരു കട്ട് ഓഫ് കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം 6, 7കാരുടെ ടേം എക്സാം ആയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവരുടെ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പം അവരുടെ മെയിൻ എക്സാം ഒക്കെ ആവുമ്പോഴേക്കും PG ക്ലാസ് തീർക്കേണ്ടതായിട്ട് വരും. കാരണം അവരെ പറഞ്ഞു വിടണമല്ലോ. സോ ആ രീതിയിലായിരിക്കും പോകുന്നത്. സോ നോക്കും പറ്റുന്നവരൊക്കെ ക്ലാസ്സിൽ ചീഫ് ഓഫ് സക്സസ്ഫുൾ സൂപ്പർവിഷൻ ആരെങ്കിലും എടുത്തോ? അത് ഞാൻ എടുക്കട്ടെ അങ്ങനെയാണെങ്കിൽ? ഞാൻ സ്റ്റാർട്ടിങ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞതേ ഉള്ളൂ. പ്ലീസ് ഐഷ. ഓക്കെ മാം. നെക്സ്റ്റ് നമ്മുടെ ക്ലാസ്സിലാണോ? നെക്സ്റ്റ് വെനസ്ഡേ എടുക്കാം. ഓക്കെ. ആ 2 ടോപ്പിക് അങ്ങ് കഴിഞ്ഞു പോകും. ഓക്കെ ഓക്കെ മാം. 2 പേര് നെക്സ്റ്റ് വെനസ്ഡേക്ക് റെഡി ആയിട്ടുണ്ട് അല്ലെ? അദീപ ആൻഡ് ഐഷ. ഓക്കെ ഓക്കെ then. Bye. Thank you for your support. Thank you ma'am. Thank you ma'am. Thank you ma'am. Thank you ma'am. Thank you miss. Thank you ma'am. മാം നമുക്കേ തിരക്കുണ്ടോ? നമുക്ക് ഈ മോഡൽ എക്സാമിന് മുമ്പ് നേരത്തെ അറിയിക്കുവോ? അപ്പോഴും നമുക്കൊരു സ്റ്റഡി ടൈം തരുമോ? സ്റ്റഡി ലീവ് പോലെ? ആക്ച്വലി മോഡൽ എക്സാമിന് മുമ്പ് സ്റ്റഡി ലീവ് ഉണ്ടാവില്ല. ഇപ്പം എന്താന്ന് വെച്ചാൽ ഇപ്പൊ 6, 7ന്റെ ടേം എക്സാം ആയി. ടേം എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പേപ്പറായിട്ട് എക്സാം നടക്കുന്നത്. മോഡ്യൂൾ 1ലെ 4 പാർട്ടുകൾ ഉണ്ടല്ലോ. അതിൽ പാർട്ട് 1, പാർട്ട് 2 ഒരു എക്സാം, പാർട്ട് 3, പാർട്ട് 4 ഒരു എക്സാം. അങ്ങനെ നിങ്ങൾക്ക് 2 എക്സാം ആണ് മെയിൻ എക്സാമിന് മുമ്പ് വരുന്നത് മോഡൽ പോലെ. ഇതില് 50 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും. അപ്പോ ടേം 1ലെ അതായത് പാർട്ട് 1, പാർട്ട് 2ന്റെ കൂടെ 10 ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം 40 ക്വസ്റ്റ്യൻ മോണ്ടിസോറി ഇതെന്നും 10 ക്വസ്റ്റ്യൻ മോഡ്യൂൾ 2 ആയ ഇംഗ്ലീഷിൽ. സെയിം തന്നെ പാർട്ട് 3, പാർട്ട് 4ല് 40 ക്വസ്റ്റ്യൻസ് ഫ്രം മോണ്ടിസോറി, 10 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ് പാർട്ട്. ആ ഒരു രീതിയിലാണ്. 1 hour ആണ് എക്സാം. ഒരു ആൻസറിന് 2 marks. ആ ഒരു രീതിയിലാണ്. അപ്പൊ ഇപ്പോ 6നും 7നും പോകുന്ന രീതി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 6ന് ഫസ്റ്റ് എക്സാം നാളെയാണ്. അവർക്ക് സ്റ്റഡി ലീവ് ഇല്ല, എന്ന് PGയുടെ ക്ലാസ് നടന്നല്ലോ. അപ്പോ അവർക്ക് സെക്കൻഡ് ടേം ആവുമ്പോ സെക്കൻഡ് എക്സാം അവർക്ക് 23-ാം തീയതി അങ്ങനെ എന്തോ ഡേറ്റ് ആണ് വരുന്നത്. അപ്പോഴേക്കും ഇവരുടെ പോർഷൻ തീരും, പിന്നെ ലീവാണല്ലോ. അങ്ങനെയാണ് വന്നിരിക്കുന്നത്. മെയിൻ എക്സാമിന് മുമ്പ് എന്തായാലും 1 week, 4 to 5 days 1 week എന്തോ സ്റ്റഡി ലീവ് ഉണ്ട്. മെയിൻ എക്സാം സബ്ജക്ട് വൈസ് ആണ് കേട്ടോ. സബ്ജക്ട് വൈസ് ആ. കാരണം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റില് സബ്ജക്ട് വൈസ് ആവുന്ന സമയത്ത് പിന്നെ ലീവ് ഒന്നും തരില്ലല്ലോ. അതായത് ഓൾട്ടർനേറ്റീവ് ആയിരിക്കും, അത് അടുപ്പിച്ച് തന്നെ ആയിരിക്കോ? അതിന് ഗ്യാപ്പ് വരില്ല. സാറ്റർഡേ സൺഡേ ഒക്കെ വരുന്നത് ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ വല്ല പബ്ലിക് ഹോളിഡേ നമുക്ക് വരുമോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലാണ് അവിടെ അവധി വരുള്ളൂ. അത് അടുത്തടുത്ത ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഒരു ദിവസം, സൈക്കോളജി ഒരു ദിവസം, പിന്നെ മോണ്ടിസോറി ഒരു ദിവസം, പിന്നെ അങ്ങനെ പോവായിരിക്കും അല്ലേ? അങ്ങനെ പോകും. 7 ദിവസത്തെ എക്സാം. ഫൈനൽ എക്സാം മെയിൻ എക്സാം ആവും അല്ലേ? മെയിൻ എക്സാം ആകുമ്പോ PG പിന്നീട് 2 ദിവസം അങ്ങനെയായിരിക്കും. PG ഡിപ്ലോമയുടെ സെഷന്റെ കൂടെ ഒപ്പം വെക്കില്ല. പിന്നെ സെപ്പറേറ്റ് ആണോ എക്സാം? അപ്പം
PGക്ക് പ്രത്യേകം മോഡൽ എക്സാം പോലെ നടത്തുകയും ചെയ്യും. അതുപോലെ തന്നെ അതിന് മെയിൻ എക്സാമിന് ഇതുപോലെ സ്റ്റഡി ലീവും ഉണ്ട്. ഓ അപ്പൊ കാരണം ഡിപ്ലോമയുടെ PG എക്സാം ആണ് ഇങ്ങനെ അല്ലേ? അപ്പൊ അതെ അതെ ഡിപ്ലോമയുടെ കാരണം എന്താ എക്സാം വെച്ചാല് ആണ് നമുക്ക് ഓരോരോ ചാപ്റ്റർ വൈസ് ആയിട്ട് വെക്കുന്നത്. അതെ PGയുടെ നിങ്ങൾക്ക് 2 സബ്ജക്റ്റ് ആണല്ലോ, മോഡ്യൂൾ 4 ഒരു സബ്ജക്റ്റ്, മോഡ്യൂൾ 5 ഒരു സബ്ജക്റ്റ്. 2 എക്സാം ആണ് PGക്ക് വരിക. അപ്പോ 6കാർക്ക് ആദ്യം PGയുടെ എക്സാം നടത്തും. അവരുടെ കഴിഞ്ഞ് ഒക്കെ കഴിയുമ്പോഴേ പിന്നെ 7 വരുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഡിപ്ലോമ എക്സാം കഴിഞ്ഞിട്ടേ PG എക്സാം വയ്ക്കുള്ളൂ. ഡിപ്ലോമയുടെ പോർഷന്റെ സബ്ജക്റ്റിന്റെ എക്സാംസ് കഴിഞ്ഞിട്ട് PG എക്സാം വരുള്ളൂ. അപ്പം നമുക്ക് ആ സമയത്ത് 6ന്റെ അവരുടെ ഡിപ്ലോമ സെഷന്റെ ഡിപ്ലോമ PG കോമൺ സബ്ജക്ട് കഴിഞ്ഞിട്ടാണ് PGയുടെ പിന്നെ വരുള്ളൂ. ആ രീതിയിലാണ് വെക്കുന്നത്, ഷെഡ്യൂൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ മാം, എന്തായാലും ഒന്ന് ഫ്രീ ആവുമ്പോ ഈ ടോപ്പിക്സ് ഒന്ന് നോക്കാം മാം. അത് ഇനി മുന്നോട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ. ഇപ്പൊ എനിക്ക് തോന്നുന്നു നാളെ തന്നെ MTIT ഞങ്ങളിപ്പോ 5 പേരെങ്ങാണ്ടേ ഉണ്ട് നാളത്തെ സെമിനാറിന്റെ. അപ്പോ അതെ, അതാണ് ആരും അനക്കമില്ല. എനിക്കൊന്ന് റീജ് ഉണ്ട്, ഞങ്ങൾ 5 പേരോളം ഉണ്ട്. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് ഇവരെ എടുത്തിട്ട് നമുക്ക് അടുത്തത് സെലക്ട് ചെയ്യാം മാം. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ അതുപോലെ ടീച്ചർ ഇങ്ങനെ റൈംസ് പഠിക്കാൻ പറയില്ലേ, എപ്പോഴും പറയില്ലേ ഒരു ചെയ്യൂ പറയുമ്പോ നമ്മൾ കൂളായി എടുത്തു. ഇപ്പൊ അറിയണ്ട അതിന്റെ വില മാം, പോകുമ്പോഴേ നമുക്ക് അതെല്ലാവരോടും ഒന്ന് ഓർമ്മപ്പെടുത്താം. ഭയങ്കര ഒരു 10 തൊട്ട് 3:30 പറയണത് ഒരു നല്ലൊരു സമയമാണ്. അതിനുള്ളിൽ അവരെ പിടിച്ചിരുത്തണമെങ്കിൽ കുറച്ചൊക്കെ പഠിച്ചിരിക്കണം. ടീച്ചർ ചാൻസ് തന്നിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അതെ, ജയിക്കൂലോ അപ്പോഴേക്കും ഒരുപാട് ടൈം പഠിക്കും. ആ അവസ്ഥയുണ്ട് ഇപ്പൊ. നല്ല രസമുണ്ട്. ഓക്കെ മാം, താങ്ക് യു. അപ്പൊ ശരി, എനിക്ക് 8:30 വൈവ സ്റ്റാർട്ട് ചെയ്യും. സോ ഞാൻ ലീവ് ചെയ്യാണ്. ഗുഡ് നൈറ്റ്, താങ്ക് യു, ബൈ. ഹായ് മാവേ. അമ്മയെ കൊണ്ട് കുറച്ചൊക്കെ ഡാൻസും പാട്ടൊക്കെ ചെയ്യിക്കേ. അമ്മ സ്കൂളിൽ പോയിട്ട് ഇവിടെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യും. മ്യൂട്ടാ തന്നെയാ, മ്യൂട്ടാ. എക്സ്പെരിമെന്റ് ചെയ്യാൻ ആളുണ്ട്. അതെ അതെ അതെ, എക്സ്പീരിയൻഷ്യൽ വേണം. അയ്യോ, താങ്ക് യു മിസ്. മിസ് ഫുഡ് കഴിച്ചോ? ഇല്ലില്ല, ഇനി എന്തായാലും വൈവ കഴിഞ്ഞിട്ടേ ഉള്ളൂ. 8:30 തുടങ്ങി 9:30 വരെ വൈവയില. ഓക്കെ മിസ്സേ, താങ്ക് യു, ബൈ. ഗുഡ് നൈറ്റ് മിസ്.